أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന TP മുത്തലിബ് സാഹിബ്, ബഹുമാനനായ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ആദരണീയനായ അബ്ദുള്ള ഹാജി സാഹിബ്, എൻ്റെ പ്രിയങ്കരനും ആദരണീയനുമായ പ്രമുഖ യുവ പണ്ഡിത സുഹൃത്ത് മുഹമ്മദ് സാദി, ആദരണീയരായ പണ്ഡിതന്മാരെ, SKSSFിൻ്റെയും സമസ്തയുടെ പോഷകഘടകങ്ങളുടെയും പ്രിയങ്കരായ നേതാക്കളെ, വിശിഷ്യ ഉജ്ജ്വലമായ ഈ വാർഷിക പരിപാടി സംഘടിപ്പിച്ച പടന്ന കാലിക്കടവ് ശാഖ SKSSFിൻ്റെ പ്രിയപ്പെട്ട സാരഥികളെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ വാർഷിക പരിപാടികൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് സ്തുതിക്കാം. നേർമാർഗത്തിൽ ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാൻ, അതിനോട് സർവാത്മന സഹകരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ ശാഖ SKSSFിൻ്റെ പ്രവർത്തനം ഈ നാട്ടിലെ, ഈ പ്രദേശത്തെ എല്ലാ ആളുകളെയും സർവാത്മന ഉൾക്കൊണ്ടുകൊണ്ടും അവരുടെയൊക്കെ പ്രശംസയും അംഗീകാരവും പിടിച്ചുപറ്റിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് ഡോക്ടർ മുഹമ്മദ് സാഹിബിനെ പോലുള്ള, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ പോലുള്ള, മഹല്ല് ജമാഅത്ത് പോലുള്ള, അതുപോലെ ഉത്തരവാദപ്പെട്ട പരിസര പ്രദേശങ്ങളിലെ പ്രമുഖരും പ്രധാനികളുമൊക്കെ ഈ പരിപാടികളിൽ സംബന്ധിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഈ ഏരിയയിൽ മൊത്തം SKSSFിൻ്റെ പ്രവർത്തനം വളരെ വിജയകരമായി നടക്കുന്നുവെന്ന് മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തട്ടെ എന്ന അർത്ഥത്തിൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, SKSSFിൻ്റെ ഓഫീസും പ്രവർത്തന സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മഹല്ല് ജമാഅത്ത് പള്ളിയോടനുബന്ധിച്ചാണ്. തീർച്ചയായും ഈ മഹത്തായ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹം, ബറക്കത്ത് നമ്മുടെ ഈ പ്രശസ്തമായ നാട്ടിൽ എന്നുമെന്നും നിലനിർത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് ഇടതടവില്ലാതെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുവാൻ ശാഖ SKSSFിന് സാധിച്ചു. എന്നാൽ അതിൽ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വലിയ വിഭാഗം ഉമ്മമാരും സഹോദരിമാരും
ആ ക്ലാസ്സിൽ നിന്ന് ഉത്തേജനം കൊണ്ട സഹോദരിമാരെ കുറിച്ച് ഞാൻ അവർക്കൊരു ചേഞ്ചും വന്നില്ല ഇത്രയും കാലമായിട്ടെന്ന് ചോദിച്ചപ്പോൾ ചേഞ്ചേ ഉള്ളൂ എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു നോട്ടീസുമായി ഒരു പ്രദേശത്തെ ഒരു സഹോദരി തൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ ആ നോട്ടീസ് അവിടെ വെച്ചള, എന്നിട്ട് വീട്ടിലേക്ക് കയറിക്കോ എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ സുന്നത്ത് ജമാഅത്തിലെ സഹോദരിമാർ ഈ ക്ലാസ്സുകളോട് നേടിയെടുത്തു എന്നറിയുമ്പോൾ ആത്മീയമായി എത്രമാത്രം ഇത് ഫലം സിദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കരുണാവാരിധിയായ റബ്ബേ, ഈ നാട്ടിൽ പൂർവോപരി ഭംഗിയായി ഇത്തരം പഠന ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകാനും ആത്മീയമായി സംസ്കരണം നേടി ഞങ്ങളെ പൂർവ്വകാല മുസ്ലിം സമൂഹത്തെ പോലെ നല്ലൊരു തലമുറയായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഭാവി തലമുറകളിലേക്ക് അതിൻ്റെ അനുരണനങ്ങൾ പ്രസരിക്കുന്ന വിധം പ്രവർത്തിക്കാനും ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, SKSSF ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സംഘടനയുടെ വിദ്യാർത്ഥി യുവജന വിങ്ങാണ് SKSSF. ഏതാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ? ആ പേര് കേൾക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ നീണ്ട 90 വർഷങ്ങൾക്ക് മുമ്പ് 1926 കോഴിക്കോട് വച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കേരളത്തിലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സൂഫിയാക്കളും ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒത്തുകൂടി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കേരളത്തിലെ സമുന്നതമായ പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആദരണീയരായ ഗുരുവര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്ന് ആ സംഘത്തിന് രൂപം നൽകുമ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പ്രാർത്ഥന ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കണ്ട സൂഫിയാക്കളും ആലിമീങ്ങളൊക്കെ ആമീനെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. തീർച്ചയായും നാം അനുമാനിക്കുന്നു ഈ സംഘത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഈ സംഘത്തിന് സഹായികളായി പിൽക്കാലത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ വേണ്ടിയും തീർച്ചയായും അന്ന് പ്രാർത്ഥിച്ചിരിക്കണം. ആ പ്രാർത്ഥനയുടെ സൽഫലങ്ങളാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശമല്ലാത്ത, കേരളത്തിൽ രംഗത്ത് കടന്നു വന്ന ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ, ഏതൊക്കെ ആദർശങ്ങളുണ്ടോ, ഏതൊക്കെ ആശയങ്ങളുണ്ടോ അതൊക്കെ ശിഥിലമായി ചിന്ന ഭിന്നമായി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാനാകുമെന്ന ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ആത്മാഭിമാനത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ, അതിൻ്റെ അനുഭാവികൾ കേരളത്തിലുടനീളം അന്തസ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 9600 പരം പ്രാഥമിക മദ്രസകൾ കേരളത്തിനകത്തും പുറത്തുമായി സമസ്ത നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കേവലം ഒരു സാങ്കല്പികമായ അല്ലെങ്കിൽ ആലങ്കാരികമായ പദപ്രയോഗമല്ല. അക്ഷരാർത്ഥത്തിൽ ആ 9600 സംതിങ് മദ്രസയുടെ കൃത്യമായ ലിസ്റ്റ് സമസ്തയുടെ ആസ്ഥാനമായ സമസ്താലയം ചേടരിയിൽ നമുക്ക് ലഭ്യമാണ്. ഓരോ മാസവും ഈ മദ്രസകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ദർസിന്റെ സന്തതികളാണ് ഇന്നത്തെ പണ്ഡിതന്മാരൊക്കെ. പക്ഷെ ഇപ്പൊ ചില പുതിയ പണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഹുദവിമാർ, വാഫിമാർ, ആധുനിക ഫൈസിമാർ, ദാരിമിമാർ. കാലഘട്ടത്തിനനുസൃതമായി മതപരമായ അറിവ് മാത്രം പോരാ, ഭൗതികമായ അറിവ് കൂടി ഉണ്ടെങ്കിലേ പുതിയ തലമുറയുമായി സംവദിക്കാൻ സാധിക്കൂ, അഭിമുഖീകരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊടുത്ത പുതിയ സിലബസിന്റെ സന്തതികളാണ് ഇവരൊക്കെ. ഈ യുവ പണ്ഡിതന്മാർ ഇന്ന് ലോകത്ത് മുഴുവൻ ശ്രദ്ധേയമായ നിലയിലുള്ള പ്രഭാഷണങ്ങളുമായും പരിപാടികളുമായും
ഇസ്ലാമിക പ്രചരണങ്ങളുമായും നമ്മുടെ യുവ പണ്ഡിത നിര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ യുവ പണ്ഡിത സുഹൃത്തുക്കൾ ഓരോ വർഷവും ശരാശരി 1000-ഓളം യുവ പണ്ഡിതന്മാർ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഈ 100-കണക്കിന് പുതിയ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം സമസ്തയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 1000-കണക്കിന് മഹല്ല് ജമാഅത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മഹല്ലുകളും നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ വൈപുല്യം ഇവിടെ വിശദീകരിക്കുന്നില്ല. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നും അജയ്യമായി ആ സംവിധാനം നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, സമസ്തയുടെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ സുന്നിയായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു സഹോദരനും ഏതൊരു സഹോദരിക്കും ലോകത്തെവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും അന്തസ്സോടെ ഞാൻ SKSSന്റെ പ്രവർത്തകനാണ്, ഞാൻ സമസ്തയുടെ പ്രവർത്തകനാണെന്ന് ആരുടെ മുമ്പിലും പറഞ്ഞാൽ ചൂളാതെ പറയാൻ, അഭിമാന ബോധത്തോട് പറയാൻ കഴിയുന്ന സുന്ദരമായ ആശയാദർശവുമായിട്ടാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രത്യേകത? നമ്മുടെ പ്രത്യേകത മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ ദീനിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വന്നപ്പോൾ തന്റെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാർ സ്വഹാബാ കിറാം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അല്ലാഹു സംതൃപ്തിയ മഹാന്മാരിൽ എന്നുമെന്നും വർഷിക്കുമാറാകട്ടെ, അവർ ആ ദീനിന്റെ യഥാർത്ഥ രൂപം നേരിട്ട് പ്രവാചക തിരുമേനിയിൽ നിന്ന് മനസ്സിലാക്കി. പ്രവാചക തിരുമേനിയിൽ നിന്ന് 23 വർഷക്കാലം ദീൻ പഠിച്ച് സമ്പൂർണമായി ഉൾക്കൊണ്ട സ്വഹാബിവര്യന്മാർ അവരാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് ദീൻ പകർന്നു കൊടുത്തത്. നമുക്ക് മഹത്തായ ഒരു പൈതൃകമുണ്ട്, ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. നേരിട്ട് ആ സ്വഹാബത്താണ് ഈ കടൽ വഴി നമ്മുടെ കേരളത്തിൽ കടന്നു വന്നതും അന്ന് നമുക്ക് ദീനി ആശയങ്ങൾ കൈമാറിയതുമെന്നും ചരിത്ര രേഖകൾ മുഴുവൻ പഠിപ്പിക്കുന്നു. ആ സംശുദ്ധമായ കലർപ്പില്ലാത്ത ദീനി വിശ്വാസങ്ങളാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാന കർമ്മങ്ങളാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് സാർവത്രികമായി നടന്നു വരുന്നത്. ലോക മുസ്ലിം ഭൂരിപക്ഷം അംഗീകരിക്കുന്ന ആശയവും ആദർശവും അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നടക്കുന്ന ജുമാ ഖുതുബയുടെ ഭാഷ അത് അറബിയാണ്. ഈ അറബിയിലാണ് ഖുതുബ നിർവഹിക്കേണ്ടത് എന്ന് ഞാനും നിങ്ങളും പുസ്തകത്തിൽ നോക്കി പഠിച്ചതല്ല. നമ്മുടെ മുൻഗാമികൾ അറബിയിലാണ് ഖുതുബ നിർവഹിച്ചത്. അവരും കിതാബ് നോക്കി പഠിച്ചതല്ല. അവരുടെ മുൻഗാമികൾ അറബിയിലാണ് നിർവഹിച്ചത്. കിതാബിലുണ്ടെന്നത് വേറെ കാര്യം. ഈ പൈതൃകമായി പാരമ്പര്യമായി അന്ന് സ്വഹാബത്ത് കേരളത്തിൽ കടന്നു വരുന്ന സാഹചര്യത്തിൽ മലയാളത്തിലാണ് ഖുതുബ നടത്തുന്നതിന് പ്രസക്തിയെങ്കിൽ, അത് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യായം ആ കാലഘട്ടത്തിലായിരുന്നു മലയാളത്തിൽ നടത്താൻ. എന്തുകൊണ്ട്? ഇസ്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. സ്വഹാബത്ത് പറയണം, ഞങ്ങൾക്ക് നന്നായി അറബി സംസാരിക്കാൻ അറിയില്ല, മലയാളം സംസാരിക്കാൻ അറിയില്ല, കുറച്ച് അറിയും. ഈ ഖുതുബ എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കലാണ് അതിന്റെ പ്രധാനം, ഭാഷ പ്രശ്നമല്ല. അതുകൊണ്ട് നന്നായി ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ പ്രസംഗിക്കട്ടെ, ശേഷം ഞാൻ ഇമാം നിൽക്കാം എന്ന് പറഞ്ഞൊരു ചരിത്രമില്ല. അന്ന് അവർ തുടക്കം കുറിച്ചത് അറബി ഭാഷയിലെ ഖുതുബയാണ്. അത് നീണ്ട 14 നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആ ജുമാ ഖുതുബ മാത്രമല്ല, കേരളത്തിലെ പുരാതനമായ ഏതേത് പള്ളികളിൽ പരിശോധിച്ചു നോക്ക്, വെള്ളിയാഴ്ച ജുമാക്ക് 2 ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേരളത്തിലെ ഏതേത് പള്ളികൾ പരിശോധിച്ചു നോക്ക്, അവിടെ തറാവീഹ് 20 റക്അത്താണ് ഇമാം നിസ്കരിക്കുന്നത്. ഏത് മഹൽ നിസ്കരിക്കാത്ത ആളുകളുണ്ടാ, പക്ഷെ നിസ്കരിക്കുന്നവർ 20 നിസ്കരിക്കുന്നത്. മരിച്ച വീട്ടിൽ ചെന്ന് നോക്ക്, ഏത് വീട്ടിൽ ചെന്നാലും മരിച്ചാൽ ഉടൻ ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ പാരായണം നടക്കും. മരിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് മയ്യിത്തെടുക്കുന്ന കൂട്ടത്തിൽ ഭക്തി നിർഭരമായ ഒരു കൂട്ടപ്രാർത്ഥന നടത്തും, കരളുരുകി നടത്തുന്ന പ്രാർത്ഥന. ഇത് ഒരു മഹലിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെ ചെന്നാലും കാണാൻ കഴിയുന്ന സാഹചര്യം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ആരാണ് നമുക്കിത് കൈമാറി തന്നത്? നിങ്ങൾ കേരളത്തിൽ യാത്ര ചെയ്ത് നോക്കി, എവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒരേ രീതിയിൽ കാണാമല്ലോ ഈ ആചാരം. നമ്മൾ ലോങ് യാത്ര നടത്തുകയാണെങ്കിൽ മഗ്രിബ് നിസ്കരിക്കാൻ നിങ്ങൾ എറണാകുളത്തിനടുത്ത് ഒരു പള്ളിയിൽ, കളമശ്ശേരിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ നിർത്തി എന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്.
കളമശ്ശേരി എന്ന് പറയുന്ന NH പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ നിർത്തി. നിസ്കാരം കഴിഞ്ഞു. പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഒരു പാക്കറ്റ് കയ്യിൽ തന്നു, കുടിക്കാൻ ഒരു ഗ്ലാസ് പായസം. ഞാൻ ചോദിച്ചത് എന്താണ്? ഇന്നയാള് മരിച്ചിട്ടുണ്ട്, ആ മരിച്ചയാളുടെ പേരിൽ 7 ദിവസം പള്ളിയിൽ മഗ്‌രിബിന് ശേഷം പ്രത്യേകം പ്രാർത്ഥന നടത്താറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ചീരണ്ണി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. നോക്ക് നിങ്ങൾ, കേരളത്തിലുടനീളം മരിച്ച ദിവസം തൊട്ട് 7 വരെ പ്രാധാന്യം കൽപ്പിക്കുന്നു, 40-ന് പ്രാധാന്യം കൽപ്പിക്കുന്നു, ആണ്ടുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടി? ആരെ നമുക്ക് ഈ ആശയങ്ങൾ കൈമാറിയത്? ഇന്നത്തെ കാലത്താണെങ്കിൽ നിങ്ങൾ പടന്നയിൽ ഒരു ആചാരം ഉണ്ടാക്കിയാൽ അത് വാട്സപ്പ് വഴി, അത് മെയിലിലൂടെ, നെറ്റിലൂടെ, ടെലിവിഷനിലൂടെ, പത്രങ്ങളിലൂടെ മൊത്തം കേരളത്തിൽ പ്രചരിച്ചു എന്ന് വരാം. പക്ഷെ ഇതൊക്കെ 5-10 കൊല്ലത്തിന്റെ സംഭാവനയല്ല. ഈ നെറ്റും ഈ വാട്സപ്പും ഈ പത്രവും ഈ ചാനലും ഒക്കെ. പത്രങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ, ചാനലുകളില്ലാത്ത കാലഘട്ടത്തിൽ, ഈ പറയുന്ന ആധുനിക വാർത്താ മാധ്യമങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ, അന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ആചാരങ്ങൾ ഒരേ രീതിയിൽ കേരളത്തിലെ സകലമാന ഗ്രാമാന്തരങ്ങളിലും എങ്ങനെ നിലനിന്നു വന്നു? ഒരു സംശയവും വേണ്ട. അതിന്റെ അടിസ്ഥാനം സ്വഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചു. ആ സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും മലയാള ഭാഷയിൽ ജുമാക്ക് ഖുത്ബ നടക്കുന്നുണ്ടെങ്കിൽ അത് പുരാതനമായ പള്ളിയിൽ പാരമ്പര്യമായി കടന്നു വന്ന പള്ളിയിലല്ല. ഇന്നലെ മുജാഹിദ് പ്രസ്ഥാനം അറബിയുടെ പണം കൊണ്ടുവന്ന് ഉണ്ടാക്കിയ പുതിയ പള്ളിയിൽ അവർ തുടക്കം കുറിച്ചതാണ് മലയാളത്തിൽ ഖുത്ബ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ജുമാക്ക് 2 ബാങ്ക് ഒഴിവാക്കി ഒറ്റ ബാങ്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി സ്വഹാബത്തിന്റെ കാലം മുതൽ കടന്നു വന്ന പള്ളിയിലല്ല, അറബികളുടെ പണം കൊണ്ടുവന്ന് ജമാഅത്തുകാർ സ്ഥാപിച്ച പുതിയ പള്ളിയിലാണ് ജുമാക്ക് 1 ബാങ്ക് മാത്രമാക്കി 1 വെട്ടിച്ചുരുക്കിയത്. കേരളത്തിലെ ഏതെങ്കിലും പള്ളിയിൽ തറാവീഹ് 20 റക്അത്ത് വെട്ടിച്ചുരുക്കി അത് 8 or 11 ആക്കി ചുരുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, പുരാതനമായി 14 നൂറ്റാണ്ട് കാലമായി ആചാരങ്ങളും വിശ്വാസങ്ങളും തുടർന്നു വരുന്ന പുരാതന മഹല്ലുകളിൽ പള്ളിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് പുതിയ പണക്കാരുടെ പണം കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയിലാണ് ഈ പുതിയ ആചാരത്തിന് തുടക്കം കുറിച്ചത്. ഒരു സംശയവും വേണ്ട, ഇത് പുതുപുത്തൻ ആചാരങ്ങളാണ്. അങ്ങനെ പുതുപുത്തൻ ആചാരങ്ങൾ ദീനിന്റെ പേരിൽ ചില ഭേദഗതി വാദങ്ങളുമായി ചരിത്രത്തിൽ ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ 1920-കൾ വന്നപ്പോൾ ദീൻ അലങ്കോലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ദൃശ്യം, ദീൻ വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വേദനാജനകമായ അവസ്ഥാവിശേഷം ആ കാലഘട്ടത്തിൽ ജീവിച്ച അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നോക്കിക്കണ്ടപ്പോൾ അവർ അസ്വസ്ഥഭരിതരായി. ഒരു 3-4 കൊല്ലം അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 1921-ൽ ചരിത്രത്തിൽ ആദ്യമായി സ്വഹാബത്ത് പഠിപ്പിച്ച് കൈമാറിത്തന്ന ആചാരങ്ങൾക്കെതിരെയുള്ള ചിന്താഗതി പ്രചരണങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഒരു 3-4 കൊല്ലം അവർ ക്ഷമിച്ചു. പക്ഷെ പ്രശ്നം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവർ സമ്മേളനം നടത്തുകയാണ് ഓരോ പ്രദേശത്തും. വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട്, ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട്, ഹദീസുകൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് മഹാത്മാക്കൾക്കുള്ള ആദരവിനെയും പ്രത്യേകതകളെയും കറാമത്തുകളെയും മുഅ്ജിസത്തുകളെയും നിഷേധിച്ചുകൊണ്ടിരിക്കുക. അപകടകരമായി പ്രവണത ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അന്നത്തെ മുജാഹിദ് പണ്ഡിതന്മാർ ഇന്നത്തെ പോലെ തലപ്പാവില്ലാത്തവരല്ല, അവർ തലപ്പാവ് ധരിച്ചവരായിരുന്നു. അവർ ശുഭ്രവസ്ത്രധാരികളായിരുന്നു. അവർ തസ്ബീഹിന്റെ മാല കയ്യിലുള്ളവരായിരുന്നു. അവർ ഇസ്ലാമിന്റെ എല്ലാ വേഷവിധാനങ്ങളും അംഗീകരിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ സ്റ്റേജ് കെട്ടി ഖുർആൻ ആയത്തുകളും ഹദീസും ഓതി കേൾപ്പിച്ചുകൊണ്ട് ഇതാണ് തൗഹീദിന്റെ മാർഗം, ഇത്രയും കാലം നിങ്ങൾ സ്വീകരിച്ച മാർഗം ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും നരകത്തിന്റെയും മാർഗമാണെന്ന് പണ്ഡിത വേഷധാരികൾ വിശദീകരിച്ചപ്പോൾ ആളുകൾ വഞ്ചിക്കപ്പെട്ടു. ആളുകൾ ബിദ്അത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ, മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള വലിയ പണ്ഡിത നായകന്മാർ ഇതിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല, ഒരു പ്രതിവിധി ഉണ്ടാക്കിയേ തീരൂ എന്ന് ആലോചിച്ച് ഇത് പ്രതിരോധിക്കാൻ ഒരു സംഘടനാ സംവിധാനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകി. ആ പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം തിരിച്ചു പ്രചരണം നടത്തി. ഇതാണ് ദീന്റെ നേർവഴി. നിങ്ങൾ വഞ്ചിതരാകരുത്. നീണ്ട 14 നൂറ്റാണ്ട് കാലം സ്വഹാബത്ത് കൈമാറി തന്ന ആശയങ്ങൾ ഇങ്ങനെയാണ്, വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്, ആചാരങ്ങൾ ഇങ്ങനെയാണ്.
രീതികൾ ഇങ്ങനെയാണ്, അനുഷ്ഠാന കർമ്മങ്ങൾ ഇങ്ങനെയാണ്. വസ്തുനിഷ്ഠമായി തെളിവുകളുടെ പിൻബലത്തോടുകൂടി വിശദീകരിച്ചപ്പോൾ അവർ ഓതിക്കൽപ്പിച്ച ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ല, അതിന്റെ യഥാർത്ഥ ആശയം ഇങ്ങനെയാണ്. ഇത് വിശദീകരിച്ചപ്പോൾ അങ്ങോട്ട് പോയ ആളുകൾ ഏറെക്കുറെ ഇങ്ങോട്ട് തന്നെ തിരിച്ചൊഴുകിയെത്തി. പിന്നെ ചില്ലറ ആളുകൾ ബാക്കി നിന്നു. ആ അവശിഷ്ടങ്ങളാണ് ഇന്ന് കേരളത്തിൽ ബിദഈ പ്രസ്ഥാനമായി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ മുസ്ലിം സമുദായത്തിനുണ്ടാക്കിയ ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഇന്നും കേരളീയ മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, എല്ലാ അവാന്തര വിഭാഗങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കടുത്ത ആശയക്കുഴപ്പം മഹാത്മാക്കൾക്ക് നമ്മൾ കൽപ്പിക്കുന്ന ആദരവാണ്. മഹാത്മാക്കളായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും നമ്മൾ നൽകുന്ന പ്രത്യേകതയാണ്, അവർക്ക് നൽകുന്ന അംഗീകാരമാണ്. മഹാത്മാക്കളെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ ബദ്ർ മൗലിദ് ഓതുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ അറിയാതെ പാടിപ്പോകും, തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദിഹി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്മാർഗ നായകനായ റസൂലുള്ളാഹിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സകല യോദ്ധാക്കളെയും മുൻനിർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വഹിൽ ബദ്രിയ അല്ലാഹ്, ബദ്രീങ്ങളെ മുൻനിർത്തി നിന്നോട് പ്രാർത്ഥിക്കുന്നു. മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി ഇത് ഷിർക്കാണ്. ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കേട്ട് പോകാൻ പറ്റില്ല. ഇത് ചെയ്യുന്ന ആൾക്കാർ മുശ്രിക്കാന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് മാത്രമല്ല, കടന്ന കൈ അവരെ കൂട്ടത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടണമെന്ന്. ഈ തവസ്സുൽ ഷിർക്ക. മഹാത്മാക്കൾക്ക് ഈ ആദരവ് അംഗീകരിക്കാൻ കഴിയില്ല. മഹാത്മാക്കളുടെ തബറുക്ക് നമ്മൾ അംഗീകരിക്കുന്നവരാ. ഇവിടെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നുപോയി. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ വന്ന് കടന്നുപോയി. എത്ര പാത്രം വെള്ളമാണ് ഇവിടെ മന്ത്രിക്കാൻ വെച്ചത്? തേനാണ് മന്ത്രിക്കാൻ വെച്ചത്, ചരടും നൂലുമാണ് മന്ത്രിക്കാൻ വെച്ചത്. എന്തേ അവരൊന്ന് മന്ത്രിച്ചാൽ ആ മന്ത്രത്തിന് ഫലം കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? അവർക്ക് ബറക്കത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തേ തങ്ങൾക്ക് ബറക്കത്തുണ്ടാകാൻ? ആ തങ്ങളുടെ പിതാവ് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ആ തങ്ങളുടെ പിതാവ് ബഹുമാന്യനായ പാണക്കാട് പൂക്കോയ തങ്ങളാണ്. ആ തങ്ങളുടെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ആ ശൃംഖല അങ്ങ് ചെന്ന് മുട്ടുന്നത് ഒരു സംശയവുമില്ലാതെ കൃത്യമായ അവരുടെ സിൽസില രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിലേക്കാണ്. ഹബീബിന്റെ പേരമക്കളാണിത്, കലർപ്പില്ലാത്ത മക്കളാണ്. ആ മക്കൾ മന്ത്രിച്ചാൽ ഫലം കാണുന്നുണ്ട്. അവർക്ക് റസൂലുള്ളാഹിന്റെ കണക്ഷൻ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ബന്ധമുണ്ട്. ആ ബന്ധമുണ്ടോ? മഹാത്മാക്കളോട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിന് ഫലമുണ്ട്, ബറക്കത്തുണ്ട്. അവർ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി നമ്മൾ കുടിക്കുന്നു, പുണ്യമുണ്ട്, എന്തോ ബറക്കത്തുണ്ട്. രോഗത്തിന് സിദ്ധൌഷധമാണ്. അവർ മന്ത്രിച്ചാൽ ഫലം ചെയ്യുന്നു. ഈ നിലയ്ക്ക് നമ്മൾ തബറുക്ക് അംഗീകരിക്കുന്നവരാ, ബറക്കത്ത് അംഗീകരിക്കുന്നവരാ, ഇസ്തിഗാസയിൽ നമ്മൾ അംഗീകരിക്കുന്നവരാ. മഹാത്മാക്കളുടെ ഖബറുകൾ ചെന്നാൽ, മാലിക് ദിനാറിന്റെ ഖബറുകൾ ചെന്നാൽ, മഹാത്മാക്കളായ മറ്റ് ഔലിയാക്കളുടെ ഖബറുകൾ ചെന്നാൽ, വേണ്ട ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ കരളിന്റെ കഷ്ടമായ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷയുമായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ശരീഫിൽ എത്താൻ അവസരം കിട്ടിയാൽ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. കിട്ടിയവർക്ക് വീണ്ടും വീണ്ടും ആ സുലഭ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ചെന്ന് നേരിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ എത്തിയാൽ, ആ സുൽഷരത്തിന്റെ മുമ്പിലെത്തിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വികാരതരളിതനായി സലാം പറഞ്ഞാൽ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് തങ്ങൾ ആ സലാം കേൾക്കുമെന്നാണ്, തങ്ങൾ ആ സലാം തിരിച്ചു മടക്കുമെന്നാണ്. അത് കേവല വിശ്വാസമല്ല, ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്, ഒരു പരമാർത്ഥമാണ്. തങ്ങളെ മുമ്പിൽ എത്തണമെന്നില്ല. ഇവിടെ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, തങ്ങൾക്കൊരു നിമിഷം സലാം ചൊല്ലിയാൽ, സ്വഹീഹായ ഹദീസുകൾ പഠിപ്പിക്കുന്നു തൽസമയം തങ്ങൾ ആ സ്വലാത്ത് കേൾക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് കേവലം നമ്മളൊരു വിഭാഗത്തിന്റെ വാദമല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNMന്റെ മദ്രസയിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, വെള്ളിയാഴ്ചയുടെ പുണ്യം ശ്രേഷ്ഠത എന്ന പാഠത്തിന്റെ ഹെഡിങ്.
ആ വെള്ളിയാഴ്ചയുടെ മഹത്വം പഠിപ്പിക്കുന്ന ആ പാഠഭാഗത്തിൽ മദ്രസയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചയുടെ മഹത്വം അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന മിൻ അഫ്ളലിക്കും അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നബി തങ്ങൾ പറയാ, നിങ്ങളുടെ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ, പാവനമായ, ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഫാക്കിസു അലയ്യ മിനസ് സ്വലാത്തി ഫീഹ്, വെള്ളിയാഴ്ച നിങ്ങൾ എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ, കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറയുന്നു, ഫഇന്ന സ്വലാത്തക്കും മഹ്റൂറത്തുൻ അലയ്യ, നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലകൾ വെച്ച് എനിക്ക് നിങ്ങൾ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും സ്വലാത്തിന്റെ പ്രാർത്ഥന നടത്തിയാലും ആ സ്വലാത്തുണ്ടല്ലോ തത്സമയം എനിക്ക് ലൈവായി കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഹദീസിന്റെ ബാക്കി ഭാഗമുണ്ട്. ചില സ്വഹാബികൾ ചോദിച്ചു, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ മദീനയുടെ തെരുവീഥികളിൽ, മദീനയുടെ വിദൂരമായ ദിക്കുകളിലാണെങ്കിൽ നിങ്ങൾക്കൊരു മുഅ്ജിസത്തുണ്ട്. ആ മുഅ്ജിസത്ത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കും. പക്ഷെ ഒരു നാൾ തങ്ങളെ നിങ്ങൾ മരിച്ചു പോകും, ഞങ്ങളെപ്പോലെ നിങ്ങൾ വഫാത്താകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ മരിച്ചുപോയാൽ ഈ മണ്ണിൽ നിങ്ങൾ ഖബറടക്കപ്പെടും. ഖബറടക്കപ്പെട്ടാൽ മണ്ണിന്റെ ഭാഗമായി ദ്രവിച്ചു പോകും, നിങ്ങളുടെ ശരീരം ദഹിച്ചു പോകും. അങ്ങനെ ദ്രവിച്ചു പോയാൽ, നുരുമ്പിപ്പോയാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വലാത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? ലോകത്തുള്ള കോടാനുകോടി ആളുകളുടെ സ്വലാത്തിന്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവരോട് തിരുത്തുന്നു, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റി. ശരീരത്തിന്റെ സാന്നിധ്യമല്ല, നിലനിൽപ്പല്ല കേൾവിയുടെയും കാഴ്ചയുടെയും മാനദണ്ഡം. ശരീരം ദ്രവിക്കാം, നശിക്കാം, അതല്ല കാഴ്ചയുടെയും കേൾവിയുടെയും മാനദണ്ഡം. പക്ഷേ എൻ്റെ ശരീരം, ആത്മാവാണ് പ്രധാനം. പക്ഷേ മരണത്തോടുകൂടി ആത്മാവ് നശിച്ചു പോകുന്നില്ല, ആത്മാവിന് യാതൊരു പോർലമേൽക്കുന്നില്ല. പക്ഷെ ഒരു സത്യം പറഞ്ഞോട്ടെ, ഇനി ശരീരത്തിന് പോർലേൽക്കുമോ ലയിച്ചു പോകുമോ എന്ന കാരണത്താണ് എൻ്റെ കേൾവിക്ക് തടസ്സം വരുന്നത് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ശങ്കിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ശരീരം എന്ന് മാത്രമല്ല, ഞങ്ങൾ അമ്പിയാക്കൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവരുടെ ശരീരം, ഭൗതിക ശരീരം ഈ മണ്ണിൽ വെച്ചാൽ ആ മണ്ണിൽ ലയിക്കുന്നതിന് അള്ളാഹു വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ പ്രവാചകന്മാരുടെ ഭൗതിക ശരീരം മണ്ണിൽ വെച്ചാൽ മണ്ണിൽ ലയിച്ചു പോകുന്നതിന് അള്ളാഹു ഭൂമിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞങ്ങളുടെ ശരീരം നശിക്കൂല, ഒരു സംശയവും വേണ്ട. നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് തത്സമയം തങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ വിശ്വാസമല്ല, മുജാഹിദിന്റെ വിശ്വാസമാണ്. നമ്മൾക്ക് ഏതായാലും വിശ്വാസം ഉണ്ടല്ലോ, അവരെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അവർ ചോദിക്കും, ആ നബി തങ്ങളെ പ്രത്യേകത എന്ന് പറയും, എല്ലാവർക്കും ചേർത്താൻ പറ്റൂല. അപ്പൊ നബി തങ്ങൾക്ക് അത് ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ആ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ വികാര തരളിതരായി ഇവിടെ നിന്ന് ചൊല്ലിയാൽ തന്നെ കേൾക്കുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തകർ ബക്കറ്റ് കളക്ഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ സർവാത്മന ഇതുവരെ സഹകരിച്ചതുപോലെ തുടർന്നും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സ്വലാത്ത് പോലെ തന്നെ സലാമും മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾക്ക് സ്വീകാര്യനായ ലോക പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹം ഈ ഹദീസിന്റെ സനദ് സ്വഹീഹാണെന്ന് സർട്ടിഫൈ ചെയ്ത അബൂ ദാവൂദിന്റെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, നിങ്ങൾ ലോകത്താര് എവിടെ വെച്ച് എനിക്ക് എപ്പോൾ സലാം ചൊല്ലിയാലും. എത്ര ആളുകളാണ് സ്വലാത്തിന്റെ മജ്ലിസ് വെച്ച് സലാം ചൊല്ലാറുള്ളത്? അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. ഇങ്ങനെ സലാം ചൊല്ലുന്ന ആളുകളില്ലേ? ഏത് സലാമായിരുന്നാലും മാ മിൻകുൻ അഹദിൻ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, ആര് എവിടെ വെച്ച് എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാലും. നമ്മുടെ മൗലിദിന്റെ തുടക്കം തന്നെ സലാം ബൈത്താണ്. അതൊക്കെ ഈ സലാമിന്റെ ഒക്കെ പ്രത്യേകത മഹാത്മാക്കളാത് ക്രോഡീകരിച്ച പണ്ഡിതന്മാരെ മനസ്സിലാക്കിയത് കൊണ്ടാ. മൗലിദ് തുടങ്ങുകയാണെങ്കിലും സലാം ബൈത്തില്ല. സലാം ബൈത്ത് തങ്ങൾക്ക് സലാം ചൊല്ലല. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖൽ ആത്ഖിയാഇ. പ്രവാചകന്മാരുടെ അലങ്കാരമായുള്ളവരെ അങ്ങേക്ക് സലാം, ഭക്തന്മാരിൽ ഭക്തിയുള്ളവരെ അങ്ങേക്ക് സലാം. ഈ തരത്തിൽ ഇങ്ങനെ ഏത് തരത്തിൽ സലാം ചൊല്ലിയാലും ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, അള്ളാഹുവിന്റെ ഹബീബ് കൃത്യമായി പറയുന്നു, എൻ്റെ ആത്മാവിനെ അള്ളാഹു എനിക്ക് തിരിച്ചു തന്നതുകൊണ്ട് ഹത്താ അറുദ്ദ അലൈഹിസ്സലാം, ഓരോ വ്യക്തിക്കും ഞാൻ പേഴ്സണലായി സലാം അടക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ സലാം അടക്കും.
അപ്പൊ ആ തങ്ങളെ റൗദന്റെ മുമ്പിലെത്താൻ ഒരു നിമിഷം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്താൽ, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, തങ്ങൾക്കൊന്ന് സലാം ചൊല്ലിയിട്ട് അവിടെ ചെയ്തിട്ട് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്ത് തിരിച്ചു പോരുന്ന ആ രംഗമൊന്നോർത്ത് നോക്ക്. അവിടെ വെച്ചിട്ട് എൻ്റെ ഹബീബേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഹബീബേ, എൻ്റെ കുറ്റങ്ങൾ ചെയ്യരുതെന്ന് എന്നോട് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ട്, അങ്ങയുടെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തു പോയി, എനിക്ക് പാപമോചനം കിട്ടുമോ? അങ്ങൻ്റെ റബ്ബിനോട്, അങ്ങയുടെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കുമോ? ആ ഖബറിൽ കിടക്കുന്ന, റൗദയിൽ കിടക്കുന്ന ഹബീബിനോട് സഹായം ചോദിച്ചാൽ ആ സഹായാർത്ഥനയാണ് ഇസ്തിഗാസ എന്ന് പറയുന്ന മഹാത്മാക്കളോട് നേരിട്ട് ചോദിക്കൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുന്നതിൻ്റെ പേരിൽ ശിർക്കാണ്, കുഫറാണ്, നമ്മൾ കാഫിറാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്താണ് മഹാത്മാക്കളുടെ പ്രത്യേകത? മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ മരണാനന്തരം എല്ലാം നശിച്ചുപോയി, അവസാനിച്ചു പോയി എന്നാണോ വിചാരിക്കേണ്ടത്? മഹാത്മാക്കളോട് ഇരിക്കട്ടെ, സാധാരണക്കാർ അവസാനിച്ചു പോയിട്ടില്ല മരിച്ചാൽ. ഇതൊക്കെ കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളിൽ, ഈ തബ്ലീഗ് പ്രസ്ഥാനങ്ങൾ പഠിപ്പിച്ച പുതിയ ചില ആശയങ്ങളാണ്. മരിച്ചാൽ ഒരു മനുഷ്യൻ അവസാനിക്കുന്നില്ല. നമ്മൾ ജനിക്കുമ്പോഴല്ല തുടങ്ങിയതും, ഞാനും നിങ്ങളും തുടക്കം കുറിച്ച് തന്നാന്നോ നമ്മുടെ ജന്മം? അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി ജനിച്ച കാലഘട്ടത്തിൽ ആദമിന്റെ ശരീരത്തിൽ, ആദമിന്റെ മുതുകിൽ ഞാനും നിങ്ങളോട് ഖുർആൻ പറയുന്നത്, വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും, ആദമിൽ നിന്ന് തനിക്ക് ജനിക്കാനിരിക്കുന്ന സകലമാന സന്തതികളും പുറത്തെടുത്തിട്ട് അള്ളാഹുവരുമായി സംവദിച്ച കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ റബ്ബല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതേ എന്നൊക്കെ പറഞ്ഞ വിശദമായ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ നമ്മുടെ ആത്മാവുകൾ അന്നേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മുടെ ഭ്രൂണം വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു തന്റെ മലക്കിനെ ആ റൂഹുമായിട്ട്, ആത്മാവുമായിട്ട് ഗർഭാശയത്തിലേക്ക് പറഞ്ഞുവിടാം. പിന്നെയാണ് ആ റൂഹും ഭ്രൂണവും തമ്മിൽ ബന്ധം തുടരുന്നത്. വളർച്ച പ്രാപിക്കുന്നു, പ്രസവിക്കുന്നു, പുതിയ ലോകത്തേക്ക് വരുന്നു. ഈ പുതിയ ലോകം കഴിഞ്ഞ് വീണ്ടും അടുത്ത ലോകത്തേക്ക് പ്രവേശിക്കുക, പുതിയ ജീവിതം. ഖബറിന്റെ ലോകം എന്ന് നശിച്ചു എന്നല്ല, മരിച്ചാൽ നശിച്ചിട്ടില്ല. മഹാന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മരണം എന്ന് പറഞ്ഞാൽ സൈറൂറത്തുഹു മിൻ ഹാലിൻ ഇലാ ഹാലിൻ ആഖിർ, ഒരവസ്ഥ മാറി മറ്റൊരവസ്ഥ, പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കല, പുതിയൊരു ജീവിതം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, നിങ്ങൾക്ക് തൊട്ടു പിന്നിൽ നിങ്ങളെ കാത്തിരിക്കുന്നു പുതിയൊരു ജീവിതം, ബർസഖിയ ജീവിതം. ആ ഖബർ ജീവിതം ശാശ്വതമല്ല, ഇലാ യൗമി യുബ്അസൂൻ, പുനർജന്മം വരെ. പിന്നെ പുനർജന്മം വരും, പുതിയ ജീവിതം വീണ്ടും, അതാ പെർഫെക്റ്റ്. മഹ്ശറിൽ നമ്മൾക്ക് വരും, സ്വർഗം നരകം ഫൈനൽ ചെയ്യും. അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യൻ, സാധാരണ മനുഷ്യൻ പോലും നശിച്ചിട്ടില്ല. സാധാരണ മനുഷ്യൻ നശിച്ചിട്ടില്ല. മരിച്ചു നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കടത്തിയിരിക്കുക വീട്ടിലേക്ക്. ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, കാണുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്, ഫയാസീൻ ഓതുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ മയ്യിത ല യഅരിഫു മൻ യഗ്സിലുഹു വമൻ യുകഫിനുഹു വമൻ യഹ്മിലുഹു വമൻ യുദ്ലിഹി ഫീ ഖബരിഹി, മരിച്ചു കിടക്കുന്ന മയ്യിത്തിനറിയാം ആരാണ് തന്നെ കുളിപ്പിക്കുന്നത്, ആരാണ് തന്നെ കഫൻ ചെയ്യുന്നത്, ആരാണ് തന്നെ കട്ടിലിൽ വെച്ചുകൊണ്ട് ചുമലിലേറ്റി കൊണ്ടുപോകുന്നത്. വമൻ യുദ്ലിഹി ഫീ ഖബരിഹി, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന പോലും ആരാണെന്ന് മയ്യിത്തിന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ സാധിച്ചു? മരിച്ചില്ലേ? മരിച്ചു. ആത്മാവിനെ ശരീരത്തിൽ വേർപ്പെടുത്തി ലോകത്ത് കൊണ്ടുപോയി വെക്കല മരണം. ആ ആത്മാവും ഈ ശരീരം തമ്മിൽ പിന്നെ ബന്ധമുണ്ട്. ഖബറിൽ കൊണ്ടുപോയി വെച്ച് നോക്ക്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ, അനുഷേധ്യമായ ഹദീസ്, ബാബു നില്ലൽ മയ്യിത ല യസ്മഉ ഖഫ്ഖൻ യഅൽ, ഖബറിൽ ഖബറടക്കി തിരിഞ്ഞു പോരുന്ന ആളുകളുടെ കാൽ ധരിച്ച ചെരുപ്പിന്റെ ടെക് ടെക് എന്ന ശബ്ദം പോലും മയ്യിത്ത് ഖബറിലേക്ക് കേൾക്കുമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. 10 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച അമ്മാന്റെ ഖബറിലും ചെന്ന് നോക്ക്. 10 കൊല്ലം ഞാൻ സാമ്പിൾ പറയാം. ഗൾഫിൽ നിന്ന് വന്നു, തിരക്കാണ്, ബിസിനസ്സാണ്, അവിടെ പോകണം, ചൈനയിൽ പോകണം, ഇവിടെ പോകണം. അതിൻ്റെ ഇടയിൽ ഖബറിങ്ങ പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു വെള്ളിയാഴ്ച ഉമ്മാന്റെ ഖബറിലും ചെന്നിട്ട്, അസ്സലാമു അലൈക യാ ഉമ്മീ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ, ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ നാളെ ഇങ്ങോട്ട് വരാനുള്ളതന്നമ്മ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് തിരിച്ചു പോകും. നോക്കി എന്താ അവസ്ഥയാണോ? ആ ഉമ്മാന്റെ ഖബറിൽ കിടക്കുന്ന ശരീരം ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായിട്ടുണ്ടാവും.
അതങ്ങനെയായിട്ട് വലിയ പ്രത്യേക വിഭാഗക്കാരല്ലാത്തവർക്ക് ദ്രവിച്ചു പോകും. പക്ഷെ ആത്മാവിനൊരു പോർലില്ല, റൂഹ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളുടെ ആശയസ്രോതസ്സായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ ഉദ്ധരിച്ച നബി തങ്ങളുടെ ഹദീസിൽ പറയുന്നു, മാ മിൻ മുഅ്മിനിൻ യമുറു ബിഖബ്രി അഖീഹിൽ മുഅ്മിൻ. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഒരു തൻ്റെ സഹോദരന്റെ ഖബറിന്റെ അരികിലൂടെ കടന്നു ചെന്ന് സലാം ചൊല്ലിയാൽ സിയാറത്ത് ചെയ്താൽ, ഉമ്മനാണെന്നില്ല ഉമ്മ സാമ്പിൾ പറഞ്ഞതാ, ഒരൊറ്റ ഉപാധി, കാന യഅരിഫുഹു ഫി ദുനിയാ, ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ജീവിതകാലത്ത് ഈ സന്ദർശകനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇല്ലാ അറഫഹു, ഈ സന്ദർശകനെ തിരിച്ചറിയാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാ, എൻ്റെ മോന് 10 കൊല്ലം കഴിഞ്ഞാൽ കാണാൻ വന്നല്ലോ എന്നെ, എനിക്ക് സലാം പറഞ്ഞല്ലോ. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം ഉമ്മാക്ക്. മരിച്ച സാധാരണക്കാരായ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ ഉമ്മാനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഉപ്പാനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ കൂട്ടുകാരനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ മഹാത്മാക്കളെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്ക്, മഹാത്മാക്കളെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കി. ഇവിടെ വന്ന പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ ഉപ്പ, ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ, ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മൾ നേർക്കുനേരെ കണ്ട് ബന്ധപ്പെട്ട മഹാന. എത്രയെത്ര ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ ചെന്നത്. പഞ്ചായത്തിലേക്ക് സീറ്റ് കിട്ടാനല്ല, നിയമസഭയിലേക്ക് സീറ്റ് കിട്ടാനല്ല, പാർലമെന്റിലേക്ക് സീറ്റ് കിട്ടാനല്ല. അങ്ങനെയൊക്കെ വന്ന ആളുകൾ രാഷ്ട്രീയം അത് വേറെ മേഖല. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ, എൻ്റെ മോന് ഉറക്കില്ലാതെ അസുഖമായിട്ട് പ്രയാസപ്പെട്ട് 4 കൊല്ലമായി ചികിത്സയിലാണ്, കാണാത്ത ഡോക്ടർമാരില്ല, പലരെയും സമീപിച്ചു, ഡോക്ടർമാർ മരുന്ന് തരും, ഗുളിക തരും. ആ ഗുളികൻ്റെ പവർ കഴിയുന്നത് വരെ ഉറങ്ങും, പക്ഷേ 3 മണിയാണെങ്കിൽ ആ 3 മണിക്ക് ഉണരും. പിന്നെ സുബഹി വരെ ഉറക്കില്ലാത്ത കുട്ടി എങ്ങനെ പോയാലും ഡോക്ടർമാർ വേറെ മരുന്ന് തരല്ല, ആ ഗുളികൻ്റെ തളർച്ചക്ക് അങ്ങനെ ഉറങ്ങും, അത് കഴിഞ്ഞാൽ ഉണരും, ഓർക്ക് കംപ്ലീറ്റ് കിട്ടുന്നില്ല. എൻ്റെ കുട്ടി പഠിച്ചു വളർന്ന കുട്ടിയെ തങ്ങളെ എന്തെങ്കിലും ചെയ്യണം. ഒരു ഗ്ലാസ്സിൽ ചില്ലറ വെള്ളം എടുക്കുന്നത് മന്ത്രിച്ചു. ഞാൻ എൻ്റെ അനുഭവം പറയാം, നേർക്കുനേരെ കണ്ട സംഭവം പറയുന്നത്. വെള്ളം ഇങ്ങനെ മന്ത്രിച്ചിട്ട് അത് കുറച്ച് കുടിക്കാൻ പറഞ്ഞു, കുടിച്ചിട്ട് അൽ ഫാത്തിഹ 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് ദുആ. അന്ന് ആ കുട്ടി പോയിട്ട് വീട്ടിൽ പോയിട്ട് സുഖമായി ചരിത്രത്തിൽ ആദ്യമായി ഉറങ്ങി. രാവിലെ സുബഹിക്ക് ഉണർന്നില്ല. വീട്ടുകാർ ഉണർത്തേണ്ട, കുറച്ചും കൂടി ഉറങ്ങട്ടെ, കലാകുന്നില്ല, വിളിച്ചുണർത്തിയാൽ മതിയല്ലോ. അവസാനം കലാകുമെന്ന് കണ്ടപ്പോൾ മോനെ വിളിച്ചുണർത്തിയിട്ടും ഉണർന്നില്ല. കുറെ കാലമായിട്ട് മര്യാദ കുറഞ്ഞിട്ട് അവസാനം ഉണർന്നു, നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു. പിന്നെ ആ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്ന, ജീവിതത്തിൽ ഇതുവരെ ഉറക്കില്ലാത്ത കേസ് ആ കുട്ടിക്കുണ്ടായിട്ടില്ല. എന്താണ് സംഭവം? മഹാത്മാക്കൾ മനസ്സ് വച്ചാൽ, മഹാത്മാക്കൾ ഒരു കാര്യം അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് വിചാരിച്ചാൽ, മഹാത്മാക്കൾ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബത് കബൂലാക്കുന്നു, അവർക്കുള്ള ആദരവ് കൊണ്ട്. അതാണ് മഹാത്മാക്കളുടെ പ്രത്യേകത. നമ്മളെ കണ്ണുകൊണ്ട് കണ്ട സംഭവം പറയുകയാണ്, അനുഭവിച്ച സംഭവം പറയുകയാണ്. അതാണ് മഹാത്മാക്കളുടെ പ്രത്യേകത. അവരെ നാവ് കൊണ്ട് കാര്യം വേണമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ ആ സംഭവം നടക്കും സഹോദരന്മാരെ. നിങ്ങൾക്കറിയാം, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു വരെ പ്രമുഖനായ സ്വഹാബി വരുന്നത് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു സഹോദരിയുടെ പേര് റുബയ്യ എന്ന് പറയുന്ന സഹോദരി. ഈ റുബയ്യ എന്ന് പറയുന്ന സഹോദരിയും വേറെ അൻസാരി സഹോദരിമാരിൽപ്പെട്ട ഒരു പെൺകുട്ടിയും തമ്മിൽ വാക്കേറ്റുണ്ടായി. മനുഷ്യ സഹജമുള്ള തർക്കം ഉണ്ടാവും. അവസാനം ഈ 2 പെൺകുട്ടികൾ തമ്മിൽ അടിച്ചു എന്ന് മാത്രമല്ല, അനസിന്റെ പെങ്ങൾ റുബയ്യ എന്ത് ചെയ്തു, ഒരു കല്ലെടുത്തിട്ട് മറ്റേ പെൺകുട്ടിന്റെ മുഖത്ത് ഇടിച്ചു. അൻസാരി പെൺകുട്ടിന്റെ മുൻപല്ല് പൊട്ടി രക്തമൊന്നും കേസായല്ലോ. നേരെ കേസ് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തിയ കേസ് നമ്മളെ കോടതിന്റെ മാതിരി 40 കൊല്ലം 30 കൊല്ലം എടുക്കൂല. തത്സമയം വിധി വരും. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഖുർആന്റെ നസ്സ. ആരാ പെൺകുട്ടി? പല്ല് പൊട്ടിച്ച പെൺകുട്ടി ഈ കുട്ടിയാ. നീ സമ്മതിക്കുന്നുണ്ടോ? സഹോദരന, സാക്ഷിയൊന്നും വേണ്ട. ശരി, തിരിച്ചു പല്ല് പൊട്ടിക്കാൻ ഓർഡറാക്കി. ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരി ആ പെൺകുട്ടി ഒരു ദുർബല നിമിഷത്തിൽ തർക്കത്തിനിടയിൽ കല്ലുകൊണ്ട് കുത്തി പല്ല് പൊട്ടിപ്പോയി. പക്ഷെ വിധി തിരിച്ച് പല്ല് പൊട്ടിക്കണം. മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. അനസ് ഈ വാർത്ത കേട്ട് പുറത്തുനിന്ന് നേരിട്ട് റസൂലുള്ളാഹി തങ്ങളടുക്കൽ ഓടിയെത്തി. ഈ വിധി കേട്ടപ്പോൾ തങ്ങളോട് ചോദിച്ചു, അതുകസ്സിറു സനിയതഹാ യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ തിരുദൂതരന്റെ കൊച്ചു പെങ്ങളുടെ പല്ല് പൊട്ടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കേട്ടു, ശരിയാണോ? തങ്ങൾ പറഞ്ഞു, അനസേ ശരിയാണ്, അള്ളാഹുവിന്റെ ഖുർആന്റെ വിധിയാണ്. കിതാബുല്ലാ അൽ ഖിസാസ്, അള്ളാഹുവിന്റെ ഖുർആന്റെ വിധി പ്രതികാരം വേണമെന്നാണ്. ഒരാളെ കൈ പൊട്ടിച്ചാൽ തിരിച്ച് കൈ പൊട്ടിക്കും, ഒരാളെ കണ്ണ് പൊട്ടിച്ചാൽ തിരിച്ച് കണ്ണ് പൊട്ടിക്കും, ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലും. ഇതൊക്കെ ഇസ്ലാമിന്റെ വിധിയാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. ഒരു എക്സ്ക്യൂസും ഇല്ല, ആ വിധി നടപ്പാക്കാനേ പറ്റൂ. മഹാനായ പ്രമുഖനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞ ആ വൈകാരിക നിമിഷത്തിൽ, വല്ലാഹി ലാ തുകസ്സറു സനിയത്തുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ സത്യം, എന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കൂല നബിയാ. തങ്ങൾ ചോദിച്ചു, അനസ കിതാബുല്ലാ അൽ ഖിസാസ്, അള്ളാന്റെ ഖുർആന്റെ വിധിയാ ഞാൻ പറഞ്ഞ, എന്താ പങ്കി പറയുന്നത് ചോദിച്ചു. പക്ഷെ അനസിന്റെ നാവിൽ അങ്ങനെ വാക്കൊന്നും, അള്ളാണ് സത്യം, എന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കപ്പെടൂല. ദിവസങ്ങൾ കഴിഞ്ഞു, വിധി നടപ്പാക്കേണ്ട പശ്ചാത്തലം ഒരുങ്ങി. അനസിന്റെ പെങ്ങളെ ഹാജരാക്കുന്നു പല്ല് പൊട്ടിക്കപ്പെടാൻ വേണ്ടി. ഈ പല്ല് പൊട്ടിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴേക്ക് നേരത്തെ പല്ല് പൊട്ടിപ്പോയ അൻസാരി പെൺകുട്ടിന്റെ കുടുംബാംഗങ്ങൾ തങ്ങളെ സമീപിക്കുന്നു. തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾക്ക് ആ പല്ല് പൊട്ടിച്ച പെൺകുട്ടിയുടെ പല്ല് പകരം പൊട്ടിക്കണമെന്ന് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മതി. ഇസ്ലാമിൽ അങ്ങനെ വിധിയുണ്ട്, നഷ്ടപരിഹാരം കൊണ്ട് അവരുടെ ബന്ധുക്കൾ ഇഷ്ടപ്പെട്ടാൽ പരിഹരിക്കാം, ഞങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ പല്ല് പകരം പൊട്ടിക്കണമെന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം വിവരണമായി. അള്ളാഹിന്റെ റസൂൽ അനസിന്റെ വാക്കോർത്തു പോയി. അള്ളാഹുവിന്റെ ഹബീബ് തൽസമയം പറഞ്ഞൊരു വാചകമുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ, ഇന്ന ലില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അള്ളാഹുവിന്റെ ചില അടിയാറുകളുണ്ട്, അവർ വാക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും സത്യം ചെയ്ത് പറഞ്ഞാൽ ആ വാക്ക് അവരുള്ള ബഹുമാനം കൊണ്ട് ലഅബറഹു അല്ലാഹു, അത് അതേപടി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അനസ് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ സത്യം പൊട്ടൂല, പൊട്ടാതിരിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങി, നിയമം ലംഘിക്കാതെ. അതാണ് മഹാത്മാക്കൾ. ആ ഗണത്തിൽപ്പെട്ട മഹാത്മാക്കളുടെ ഖബറുകൾ ചെന്നിട്ട് നമ്മൾ അവരെ മുന്നിൽ വെച്ച് അവരെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ് കബൂലാക്കണം. എന്താ, ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും? പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ മുമ്പിൽ ചെന്നുകൊണ്ട്, തങ്ങളെ എൻ്റെ കുട്ടി ഗൾഫിൽ പോയിട്ട് 10 കൊല്ലമായി ഒരു വിവരമില്ല, ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയില്ല, ഇല്ലേന്ന് അറിയില്ല, കത്തുമില്ല, കമ്പിയില്ല, ഫോണും ഇല്ല, ഒരു വിവരമില്ല, തങ്ങളെ ഞാൻ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ തങ്ങൾ പറയും, ഇതാ ഈ സാധനം കൊണ്ടുപോയിട്ട് ഇന്ന സ്ഥലത്ത് വെക്ക്, 14 ദിവസത്തിനകം ഒരു തീരുമാനം കിട്ടും. എന്താണ് ഈ സംഭവമൊക്കെ? എന്താ പ്രശ്നം? അവർ മനസ്സ് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ മനസ്സിലെ ആഗ്രഹം നടപ്പാക്കി കൊടുക്കുന്നു. ഇതൊരു പുതിയ വിഷയമല്ല, അവർ പറഞ്ഞ് സംഭവിക്കുന്നു. കേരളത്തിൽ സലഫി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പണ്ഡിതനാണ് കെ.എം. മൗലവി. ആ കെ.എം. മൗലവി അൽ വിലായത്ത് വൽ കറാമ എന്ന ആ കാലത്ത് എഴുതി വെച്ച അറബി മലയാളത്തിലെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇദാ തവജ്ജഹത് അർവാഹുഹും ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, മഹാന്മാരുടെ അർവാഹുകൾ, ആത്മാവുകൾ അല്ലാഹുവിലേക്ക് അഭിമുഖീകരിച്ചാൽ ഫീ ഷൈഇൻ, ഒരു കാര്യം നടക്കണം എന്ന് മഹാന്മാരുടെ ആത്മാവുകൾ വിചാരിച്ചാൽ മതി, അല്ലാഹുവിലേക്ക് ഇങ്ങനെ തിരിഞ്ഞാൽ മതി, പറയണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നടപ്പാക്കി കൊടുക്കും. വഅജ്റാഹു, അത് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യും. ഇക്റാമൻ ലഹു, അവലഹും അവരോടുള്ള ആദരവ് കൊണ്ട് എന്ന് ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാത്മാക്കൾ ഇടപെടലുള്ള സത്യ, ഒരു യാഥാർത്ഥ്യ. മഹാത്മാക്കൾ ആ ലോകത്ത് അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ സുഖസുന്ദരമായി ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മരിച്ചു പറഞ്ഞാൽ നശിച്ചു എന്ന് വെറുതെ ധരിച്ചു വെക്കുക, അവർ ആത്മീയമായി ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളെ പോലുള്ള, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള, ആ ഗണത്തിൽപ്പെട്ട അവസാനം ഷംസുലമയും കണ്ണിയത്ത് ഉസ്താദും പോലുള്ള ആ മഹാത്മാക്കളാ നായകന്മാർ ഇന്നും ആത്മീയമായി ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവർ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾ, പുതിയ പ്രസ്ഥാനങ്ങൾ, അവരൊക്കെ യുദ്ധം നയിച്ച ഏതൊരു പ്രസ്ഥാനങ്ങൾക്കെതിരെയാണോ, ഏതൊരു ശിഥില ശക്തികൾക്കെതിരെയാണോ പോരാട്ടം നടത്തിയത്, അവരൊക്കെ ശിഥിലമായി ചിന്നി ചെതറിക്കൊണ്ടിരിക്കുന്നത്, അതൊന്നും വെറുതെ നമ്മുടെ പ്രവർത്തനമല്ല. അവരൊക്കെ ആത്മീയമായി കാര്യങ്ങൾ കൈയാളുന്നുണ്ട്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊരു വസ്തുത. മരിച്ചാട് കഴിഞ്ഞു, ആ ധാരണ, ഈ പ്രശ്നങ്ങളൊക്കെ. നിങ്ങൾ സൂറത്ത് യാസീനാണ് ഇവിടെ പരീക്ഷ നടത്തിയത് ഖുർആൻ ക്ലാസ്സിൽ. സൂറത്ത് യാസീൻ നിങ്ങൾ സഹോദരിമാർ പഠിച്ചല്ലോ. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഹബീബുൻ നജ്ജാർ എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക ദഅവത്തിന്റെ ഒരു പ്രമുഖനായ പണ്ഡിതനായിരുന്നു. അള്ളാന്റെ ദീൻ പ്രചരിപ്പിച്ച ഒരു മഹാനായ സത്യസന്ധനായ മനുഷ്യൻ, ഏറ്റവും വലിയ പ്രമുഖനായ ഒരു സാത്വികനായ ഒരു ഭക്തനായ മനുഷ്യൻ. അദ്ദേഹം ദീൻ പ്രചരിപ്പിച്ചു എന്ന കാരണത്താൽ ശത്രുക്കൾ അദ്ദേഹത്തെ അറുകൊല ചെയ്തു.
ശത്രുക്കൾ 6 കൊല ചെയ്തപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി. ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് പറയാം. രക്തസാക്ഷിയായ ക്ഷണത്തിൽ ഉടനെ ഉടനെ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ദുഖുലുൽ ജന്ന, നീ സ്വർഗത്തിൽ കടന്നു ചെല്ല്, സ്വർഗത്തിൽ പ്രവേശിക്കുകയും. ആ സെക്കൻഡിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മരിച്ചിട്ടുണ്ട്. അയാൾ ആഗ്രഹിക്കുന്നത് ഖുർആൻ പറയാ, അല്ലാഹുവേ, എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറലി റബ്ബി, എന്റെ റബ്ബന്റെ സകലമായ പാപങ്ങളും പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ, ആദരണീയരുടെ കൂട്ടത്തിൽ, മഹാന്മാരുടെ കൂട്ടത്തിനെ ഉൾക്കൊള്ളിച്ചാണ്, സുഖ സൗഭാഗ്യത്തോടുകൂടി സന്തോഷത്തോട് ജീവിക്കുകയാണ്. ഇത് ഈ നാട്ടുകാരെന്ന് അറിഞ്ഞതിൽ കൊന്ന കൗമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുക. ആ മരിച്ച സ്പോട്ടിൽ നോക്ക് നിങ്ങൾ, അവർക്ക് ഈ ലോകത്തെക്കുറിച്ച് ചിന്ത, ഈ കാര്യത്തെക്കുറിച്ച്, ഇവിടുത്തെ ലോകത്തെക്കുറിച്ച്, ഈ നാട്ടിനെ കുറിച്ച് ചിന്ത. എത്രയാണ് സംഭവങ്ങൾ. ഞാൻ ഒറ്റ സംഭവം കൂടി പറയട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ ക്രോഡീകരിച്ച നിരവധി മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ഇമാം മുസ്ലിം ഉണ്ട്, തിർമിദി ഉണ്ട്, അബൂദാവൂദ് ഉണ്ട്, ഇബ്നു മാജ ഉണ്ട്, നസായി ഉണ്ട്, മുവത്തന്റെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഒരുപാട് മഹാന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഹദീസുകൾ തങ്ങളെ ഹദീസ് ക്രോഡീകരിച്ച് സുന്ദരമായി രേഖപ്പെടുത്തി വെച്ച ഏറ്റവും യോഗ്യനായ നമ്പർ 1 പണ്ഡിതൻ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഖിദ്മത്ത് ചെയ്ത മനുഷ്യൻ, സേവനം ചെയ്ത മനുഷ്യനാണ്. അള്ളാഹുവിന്റെ റസൂലിന് സേവനം ചെയ്താൽ, അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിസന്ധിയിലാക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിന്റെ സൽഫലം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ രാജോചിതമായ വരവേൽപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും വലിയ ഖിദ്മത്ത് ചെയ്ത മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരി എന്ന കിതാബിന് ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആധികാരവും പ്രാമാണികവും ഫത്ഹുൽ ബാരിയാണ്. ആ ഫത്ഹുൽ ബാരി ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയാണ് ക്രോഡീകരിച്ചത്. അതിന്റെ 1ാമത്തെ വാള്യത്തിന്റെ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ ഇമാം ബുഖാരിയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, കൃത്യമായ സനദ് ഉദ്ധരിച്ചിട്ട് മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു ആദം അത്തവാവീസി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുൽ വാഹിദ് ഇബ്നു ആദം അത്തവാവീസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, റഅയ്തു ഫിന്നൗം, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആരെയാണ് കണ്ടത്? അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഹബീബായ നബി തങ്ങളെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. സ്വപ്നത്തിന്റെ കഥ എന്തിനാ പറയുന്നത് നിങ്ങൾ വിചാരിക്കും. സ്വപ്നത്തിന്റെ കഥയല്ല, സ്വപ്നം സത്യമാണ്. സ്വപ്നം സത്യ, ഒരു മുഅ്മിൻ കാണുന്ന സ്വപ്നം സത്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. മുഅ്മിന്റെ സ്വപ്നം സത്യ. എന്നാണ് സ്വപ്നത്തിൽ പല തമാശയും വരുന്നില്ലേ? ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകും, തലങ്ങട്ട് വെട്ടിടും, അടിക്കിടും എന്നാണ് വീഴ്ത്തും. അതൊക്കെ ഹദീസിലുണ്ട്. അത് സ്വപ്നത്തിന്റെ ഇടയിൽ പിശാച് ഇടപെടുന്നതാണ്. അവിടെയാണ് സ്വപ്നത്തിൽ കലർപ്പ് വരുന്നത്. ഒറിജിനൽ സ്വപ്നവും പിശാച് കാണിക്കുന്ന സ്വപ്നം നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രശ്നം. യഥാർത്ഥ മുഅ്മിന്റെ സ്വപ്നം സത്യ. റസൂലുള്ളാഹിന്റെ ഹദീസ, സ്വഹീഹ് ഹദീസ. ഞാൻ അനുഭവസ്ഥൻ എന്ന് പറഞ്ഞാൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് 84 പഠിക്കുന്ന കാലഘട്ടം, എൻ്റെ റൂമിൽ താമസിക്കുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഫൈലി എൻ്റെ സുഹൃത്ത്. അന്ന് ടെലഫോൺ ഇല്ല. ടെലഫോണിലാണ്, കോളേജിൽ ഫോണുണ്ട്, ഈ മൊബൈൽ സംവിധാനമൊന്നുമില്ല. വിവരങ്ങൾ അറിയാൻ നാട്ടിൽ നിന്ന് കത്ത് വരിക, ഇത്ര മാത്രമേ കത്തയക്കും, തിരിച്ചും മറിച്ചും കത്തയക്കും, വേറെ മാർഗങ്ങളില്ല. എൻ്റെ വീട്ടിലേക്ക് പോലും അടുത്താണ് സ്ഥലം, പക്ഷേ 2 ആഴ്ചയിൽ ഒരിക്കൽ പോകും, അതിലിടയ്ക്ക് പിന്നെ കത്തയക്കുക ചെയ്യാം. അതിലൊരു ദിവസം മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ സുഹൃത്ത്, ഞങ്ങൾ റൂമിൽ താമസിക്കുന്ന സുഹൃത്ത്. സുബിയൊക്കെ ഖുർആനൊക്കെ ഓതിയിട്ടും ഒരു ഉണർവുമില്ല, ഉന്മേഷമില്ല. എന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കണു? അതേപോലെ ഞാനെന്നൊരു ഭയങ്കര സ്വപ്നം കണ്ടു. അതെന്താ ചോദിച്ചു? ഞാൻ കണ്ട സ്വപ്നം ഭയങ്കര സങ്കടം. എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് മരിച്ച ആൾക്കാരെ കടത്തിമാരി കടത്തിയിട്ടുണ്ട്, തുണിയൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. ആൾക്കാർ ഖുർആനൊക്കെ ഓതുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പാൻ്റെ ഖബർ ജനാസ കൊണ്ടുപോയി ഖബറടക്കാൻ ഞങ്ങളൊക്കെ പോയി. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖബറടക്കി ഒരുപാട് നീണ്ടൊരു സ്വപ്നം. എൻ്റെ അപ്പാനെ കുറിച്ച്, ഉപ്പാക്ക് ഒരു അസുഖമില്ലാതെ പോന്നാണേന്. എന്ത് പിതാവോ സാരല്ല എന്നൊക്കെ പറയാൻ സമാധാനിപ്പിച്ചു. 2ാമത്തെ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആൾ തെരഞ്ഞു വന്നു. ഫോണില്ലാന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത.
റുഅ്യൽ മുഅ്മിനി ഹഖ്ഖുൻ, സ്വഹീഹ് ഹദീസാണ്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ കാണുന്ന സ്വപ്നം സത്യമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ റസൂലുള്ളാഹി തങ്ങളെയാണ് ഇദ്ദേഹം സ്വപ്നം കണ്ട അബ്ദുല്ലാഹി ഇബ്നു ആദം തവാവിസി. റസൂലുള്ളാഹിനെ കണ്ട സ്വപ്നാണെങ്കിലോ സംശയമല്ല. എന്താ സംശയമില്ലാതെ കണ്ടതിനെ കാണണം. ചിലർക്ക് കണ്ടു എന്നാണ് കള്ളക്കഥകൾ വിഷയം. ഞാൻ കള്ള സ്വപ്നമല്ല, കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം, കണ്ടിട്ടുണ്ടെങ്കിൽ സത്യമാണ്. കാരണം തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫഖദ് റആനി, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, എന്റെ സ്വപ്നത്തിൽ പിശാചിന് ഇടപെടാൻ സാധ്യമല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കണ്ട തങ്ങളെ തന്നെ കണ്ടത് മഹാഭാഗ്യ. അതുകൊണ്ടാണല്ലോ ആളുകൾ കാണാത്തത്. അള്ളാഹു തൗഫീഖ് ചെയ്ത അപൂർവം ആളുകൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നത്, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ആദം തവാഫിസി പറയാണ്, ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അന്തസ്സായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വമാഹു ജമാഅത്തു മിന സ്വഹാബ, തങ്ങളെ കൂടെ ഒരു സംഘം സ്വഹാബത്തും ഉണ്ട്. നല്ല പ്രധാനികളായ സ്വഹാബത്ത് ഇതുപോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ഉയർന്ന സ്ഥലത്ത് വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ അത് പരിപാടി? ഫസല്ലംതു അലൈഹി, അപ്പോൾ ഞാൻ തങ്ങൾക്ക് സലാം പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാം, തങ്ങൾക്ക് സലാം അടക്കി. പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ വുഖൂഫുക ഹുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, എന്താ വിശേഷം, എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറഞ്ഞു, അന്തദിർ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി, ഞാൻ ഇമാം ബുഖാരി തങ്ങളെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ സ്വപ്നം അവസാനിച്ചു. അന്ന് വാർത്താവിനിമയ ബന്ധങ്ങൾ കുറവാണല്ലോ. ഫബഅദ ബിദ്അത്തി അയ്യാം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ബലഗനി, എനിക്ക് വിവരം കിട്ടി, മൗത്തുഹു, ഇമാം ബുഖാരി മരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയി അന്വേഷിച്ചപ്പോൾ ഞാൻ നബി തങ്ങളെ സ്വപ്നം കണ്ട അതേ രാത്രി അതേ സമയത്താണ്, നബി തങ്ങളെ സ്വപ്നം കണ്ട അതേ വഖത്തിലാണ് ഇമാം ബുഖാരി തങ്ങൾ മരിച്ചതെന്ന് വിവരം കിട്ടി. നോക്ക് നിങ്ങൾ, ഇമാം ബുഖാരി തങ്ങളുടെ മരിക്കാൻ പോകണമെന്നുള്ള വിവരം ആർക്ക് കിട്ടുന്നു? നബി തങ്ങൾ കിട്ടുന്നത്. നബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് വഫാത്തായ തങ്ങളാ, ആത്മീയ ലോകത്ത് ജീവിച്ചിരിക്കുന്ന തങ്ങൾ. ഇമാം ബുഖാരി എൻ്റെ ആളാണ്, എൻ്റെ ഹദീസിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത മഹാപണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ ആത്മാവത ഇന്ന സെക്കൻഡിൽ പിടിക്കുന്നു, അവിടെ കൊണ്ടുവരുന്നുണ്ട്, വിവരം തങ്ങൾക്ക് കിട്ടുന്നു. തത്സമയം സാധാരണക്കാരെ പോലെ സ്വീകരിച്ചാൽ പോരാ, എൻ്റെ ആത്മസുഹൃത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ തന്നെ വേണം, ഞാനും എൻ്റെ സ്വഹാബത്ത് വേണമെന്ന് പറഞ്ഞ് തത്സമയം കാത്തിരുന്ന് രാജോചിതമായി സ്വീകരിക്കുന്ന സംവിധാനം. ആ ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് വിട്ടല്ല, അവർ ഈ ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സിയാറത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പോലും ഇക്കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തുഹ്ഫയുടെ വ്യാഖ്യാനകൃതമായ ഷെർവാനിയിൽ 3-ാം വാല്യം 200-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട് സിയാറത്തിനെ കുറിച്ച്. മരിച്ചവരെ ഖബർ സിയാറത്തിന് പോകൂലേ? അതൊക്കെ പോകുന്ന ആൾക്കാർ നമ്മളാ. ഇവർക്കതൊന്നുമില്ല. ഇപ്പറഞ്ഞ ഒരൊറ്റ പുതിയ പാർട്ടിക്കില്ല. അവർ പറയും ഞങ്ങൾ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യണതിനാണ് എതിര്, നാട്ടിലുള്ള ഖബർ സിയാറത്തിന് കുഴപ്പമില്ല എന്നൊക്കെ പറയും. എന്ത് കുഴപ്പമില്ല? എന്നാൽ നാട്ടിൽ ചെയ്യണ്ടേ? ആ പരിപാടി ഇല്ലല്ലോ. ഞാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഫാറൂഖ് റൗത്തുൽ അറബി കോളേജിൽ പഠിച്ചവനാണ്. ഞാൻ PG പഠിക്കുന്ന കാലഘട്ടത്തിൽ ഫാറൂഖ് റൗത്തുൽ അറബി കോളേജ് മാത്രമല്ല, ഫാറൂഖ് കോളേജ് സമുച്ചയം ഒരുപാട് സ്ഥാപനങ്ങൾ, അതിൻ്റെയൊക്കെ ശില്പിയ മൗലാന അബു സബാഹ് അഹമ്മദ് മൗലവി, അദ്ദേഹത്തിന്റെ മാത്രം ഖബറുണ്ട് ആ കോമ്പൗണ്ടിൽ, പള്ളിന്റെ മുന്നിൽ. അവിടെ കോളേജിൽ, അറബി കോളേജിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ടോപ്പ് പണ്ഡിതന്മാരാണ്. ഈ ഖബറിന്റെ മുമ്പിലൂടെ 5 വഖത്ത് പള്ളിക്ക് നിസ്കരിക്കാൻ പോകുക, ജസ്റ്റ് ഒരു സലാം പറയുന്നതോ ദുആ ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ല. 2 കൊല്ലം അവിടെ താമസിച്ചു, ഒരാളോട് സിയാറത്ത് ചെയ്തിട്ടില്ല. ഒരാൾ മാത്രം എൻ്റെ ജീവിതത്തിലാണ് സിയാറത്ത് ചെയ്യുന്നത് കണ്ടു. ഒരു തോളിൽ ടർക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് ദുആ ചെയ്ത് നമ്മളെ പോലെ ആൾ തിരിച്ചു പോവുക. അപ്പോൾ ഞാൻ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പരിചയപ്പെട്ടു. നിങ്ങൾ എവിടുന്നാണ് ചോദിച്ചു. ഞാൻ പാലക്കാട് ഇന്ന സ്ഥലത്താണ്. നിങ്ങൾ എവിടെ വന്നത്? അവിടെ സിയാറത്തിന് വന്നത്? അല്ല, കോഴിക്കോട് പോകുന്ന വഴിക്കോട് വന്നതാണ്, ഇറങ്ങിയതാണ്. നിങ്ങൾ ഇവിടെ വരാൻ്റെ കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചു. ഓ, ഞാൻ പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കോളേജിൽ ഞാൻ ഇദ്ദേഹത്തിനോട് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ സിയാറത്തിന് വന്നതാണ്. ഒന്നും വിചാരിക്കാതെ സംശയം കൂടി ചോദിക്കാം, നിങ്ങൾ മുജാഹിദ് ജമാഅത്ത് ഇങ്ങനെ ഏതെങ്കിലും പാർട്ടിപ്പെട്ട ഏതിൻ്റെ ആളാ ചോദിച്ചു. അത് ഞാൻ പഴയ സുന്നിയാണ്, ഞാൻ സുന്നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ മൂപ്പര് നമ്മളെ ആളാ. ആകെ ഒരു മനുഷ്യനാണ് സിയാറത്ത് ചെയ്യുന്നത്, അത് നമ്മളെ സുന്നിയ. ആ പരിപാടി വരിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സിയാറത്തിന് ചെല്ലുന്നതിന്റെ മര്യാദകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷെർവാനിയിൽ,
മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഫതുസന്നുലിക്കുൽ മുസ്ലിം. ഏത് മുസ്ലിമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് അവർക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു പുറത്തു കൊടുക്കുക, റബ്ബേ പുറത്തു കൊടുക്കുക പ്രാർത്ഥിച്ച ഫാത്തിഹ ദുആ ചെയ്യുക. വഅമ്മാലി തബറുക്ക്. എന്നാൽ ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, പുണ്യം ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, ലക്ഷ്യം നേടാനാണെങ്കിലോ ഫതുസന്നുലി അഹ്ൽ ഖൈർ. എന്നാൽ മഹാന്മാരുടെ ഖബറുകൾ മാത്രം സിയാറത്ത് ചെയ്യുന്ന സുന്നത്താ. എന്താ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്ത തബറുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയാൻ കാരണം? ലിഅന്നലഹും, കാരണം ആ മഹാത്മാക്കൾക്കുണ്ട് ഫി ബറാസിഹിമയുടെ ബർസഖിയ ജീവിതത്തിൽ തസറുഫാത്തിൻ, അവർ ഭൗതിക ലോകത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ അല്ല സിയാറത്തിന് പോയിട്ട് അവിടുന്ന് കുട്ടിണ്ടായി കാര്യം നടന്നൊക്കെ പറയുന്നത്. അവർ ഭൗതിക ലോക കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ബറകാത്തിൻ, ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാ യുഹ്സാ അദ്ലുഹാ, അതിന്റെ എണ്ണം ക്ലിപ്തപ്പെടുത്തപ്പെടാൻ സാധ്യത. എന്റെ സുഹൃത്തുക്കളെ, ഇതാണ് സത്യമെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കൾക്ക് നമ്മൾ കറാമത്ത് കാണുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മഹാന്മാർക്ക് ദുആക്ക് ഇജാബത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെ സമീപിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അവർ മരിച്ചു പോയാൽ അവരെ കണ്ണുകൊണ്ട് കാണുന്നില്ല. അവർ മറന്റെ അപ്പുറത്തുള്ള അവർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ ഈ ഫലം കിട്ടും. ഇതാണ് സുന്നത്ത് ജമാഅത്ത് പറയുന്നത്. ഇതിലൊരു അശാസ്ത്രീയതയില്ല, ഒരു അസാംഗത്വമില്ല. അതിന്റെ പേരിലാണ് നമ്മൾ ശിർക്കുകാരും കുഫ്റുകാരുമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മുജാഹിദ് പ്രസ്ഥാനമായിരുന്നാലും, ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും, തബ്ലീഗ് ജമാഅത്തായിരുന്നാലും, ഈ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ അടിസ്ഥാന ബിന്ദു, അടിസ്ഥാന കേന്ദ്രം, അടിസ്ഥാന ഭിന്നതയുടെ ആണിക്കല്ല് ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടാണ്. അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാം മാത്രമല്ല, തബ്ലീഗ് ജമാഅത്ത് പോലും മഹാത്മാക്കൾക്ക് നമ്മൾ കൽപ്പിക്കുന്ന ഈ ആദരവ്, ഈ മഹത്വം, ഈ പ്രത്യേകത, മഹാത്മാക്കൾ നമ്മ സഹായം കിട്ടുമെന്ന പ്രതീക്ഷിക്കൽ അത് ഹറാമാണ്. ഇന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് കുഫറാണ് എന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങളാണ്. ചെറിയ ചെറിയ ഭിന്നതകൾ അവർക്കിടയിൽ ഇത് മാത്രം. അവരെ കൊന്ന അടിസ്ഥാനപരമായി മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിലെ സ്ഥാപക നേതാവിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ അതേപടി സ്വാധീനിച്ച വിഭാഗങ്ങളാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വഴിതെറ്റാതെ നേർമാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്ന, ദീനിന്റെ ആശയങ്ങൾ ഒന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ, ഒന്നുപോലും അഡീഷണലായി ഇതിൽ കടത്തിക്കൂട്ടാൻ അനുവദിക്കാതെ ആ സംശുദ്ധമായ കരകളഞ്ഞ ദീനിന്റെ വാഹകരായി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകങ്ങളിൽ ഒരു ഘടകമാണ് SKSSF. അതാണല്ലോ നമ്മൾക്ക് ശക്തി പകരുന്നത്, അതാണല്ലോ നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. അതിനെതിരെ രംഗത്ത് വന്ന ആളുകൾ താൽക്കാലികമായി വിജയിച്ചേക്കാം, അവർക്ക് ശാശ്വതമായ വിജയം കിട്ടാൻ പോകുന്നില്ല. അവർക്ക് മഹാത്മാക്കളെ പിൻബലം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ അതേ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കുന്ന വിഭാഗമാണല്ലോ കാന്തപുരം വിഭാഗം. ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ 10-28 കൊല്ലമായി ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എല്ലാ നാട്ടിലും ചില പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ആശയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മുജാഹിദ് വേറെ പാർട്ടിയെ നമുക്ക് ഖേദല്ല, അവർക്ക് സ്വന്തം ആശയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വേറെ ആശയത്തിന്റെ പാർട്ടിയിൽ നമുക്ക് ദുഃഖമല്ല, അവർക്ക് വേറെ ആശയമുണ്ട്. തബ്ലീഗ് ജമാഅത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് കുഴപ്പമില്ല, അവർക്ക് വേറെ ആദർശമുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി വേറെ പാർട്ടി ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, അവർക്ക് വേറെ ആദർശമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം വിഭാഗം സ്വന്തമായി ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് മഹല്ലുകളിൽ വേറിട്ട് പ്രവർത്തിച്ച്, വേറിട്ട് പള്ളികൾ സ്ഥാപിച്ച്, വേറിട്ട് മദ്രസകൾ സ്ഥാപിച്ച്, വേറിട്ട് കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ന്യായീകരണം എന്താണ്? വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ആശയപരമായ ഒരു ന്യായീകരണമില്ലാതെ മുസ്ലിങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക എന്നാണല്ലോ അതിഗുരുതരമായ പാതകം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം, ഇയ്യാകും വൽ ഫുർഖ, ഭിന്നിപ്പിനെതിരെ നിങ്ങൾ ജാഗ്രത പുലർത്തണം. മുസ്ലിങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. മൻ അറാദ അൻ യുഫർരിഖ അംറ ഹാദിഹിൽ ഉമ്മ വഹിയ ജമീഅ്, മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ആദർശ രംഗത്ത് ഒരേ ഒരു വിഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ശരി, ഫഖ്തുലുഹു, അവനെ നിങ്ങൾ കൊല ചെയ്തോ, അവനെ വെട്ടിക്കൊന്നോ, കായിനം മൻകാൻ, എത്ര വലിയവരായിരുന്നാലും ശരി. തങ്ങൾക്കറിയാം, കുഴപ്പമുണ്ടാക്കാൻ വലിയവർക്കേ കഴിയുള്ളൂ, അവരെ കൊല്ലണം എന്നാണ്. എന്നാൽ നമ്മൾ കൊല്ലണം എന്ന് പറയാത്തത് എന്താ വെച്ചാൽ, ഇവിടെ ഇസ്ലാമിക ഭരണകൂടമാണ് കൊലപാതകം നടത്തേണ്ടത്. വ്യഭിചരിച്ചവനെ കൊറിഞ്ഞു കൊല്ലേണ്ടത് ഭരണകൂടമാണ്. കട്ടവന്റെ കൈ മുറിക്കേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ്, അല്ലേ? പ്രതികാരം ചെയ്യേണ്ടത്, കൊന്നവനെ കൊല്ലേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ്.
ആ ഗണത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന ശിക്ഷയും. ഈ ശിക്ഷ നടപ്പാക്കേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ് നടപ്പാക്കും. അത്ര ആൾക്കാരെ പിന്നെ കാണൂല. അത്ര ഗുരുതരമായ പാതകം. അതുകൊണ്ടാണ് നമ്മൾ NDF എതിർക്കുന്ന ഒരു ഘടകം. പച്ചയായ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ ജിഹാദിന്റെ ദുർവ്യാഖ്യാനം ഇവിടെ ബഹുമാന്യനായ സി അംസ സാഹിബ് നേരത്തെ പ്രസംഗിച്ചു. അദ്ദേഹം കാണാൻ വലിപ്പുണ്ടോ എന്ന് നോക്കണ്ട, കാണാനുള്ള നല്ല വസ്ത്രം ധരിച്ചോ നോക്കണ്ട, തലപ്പാവുണ്ടോ നോക്കണ്ട. ഞാനാളെ വ്യക്തിപരമായി അറിയുന്ന ആളാ. ബഹുമാന്യനായ നമ്മുടെ ആദർശ നായകൻ നാട്ടുകവി മൂസ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അദ്ദേഹം ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇദ്ദേഹം നമ്മുടെ സംഘടനയിലും പ്രസ്ഥാനത്തിനൊന്നും ഒന്നും ഇല്ലാതെ നടക്കുകയായിരുന്നു. വലിയ പണ്ഡിതനും ബുദ്ധിജീവിയും അറിവുള്ള ആളാ. ഒരുപാട് ഭാഷകൾ അറിയും. അദ്ദേഹം ഇറാൻ പാർലമെന്റിൽ പോയി പേർഷ്യൻ ഭാഷയിൽ പ്രസംഗിച്ച മനുഷ്യനാണ്. ഒക്കെ അള്ളാഹുയൊക്കെ അങ്ങനെ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ പ്രസംഗിച്ച മനുഷ്യൻ വലിയ ആലിമാണ്, പക്ഷേ ഇംഗ്ലീഷിന്റെ പ്രൊഫസറാണ് അദ്ദേഹം. കരുവാരകുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിലെ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം നമുക്കിടയിൽ കാര്യങ്ങൾ സമർത്ഥിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മഹാത്മാക്കളുടെ പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം നമ്മളെ ധരിപ്പിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചു, വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. മഹാത്മാക്കളുടെ മരണാനന്തരം അവർക്കിവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് അദ്ദേഹം കൃത്യമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതൊരു വസ്തുതയാണ്, ഒരു പരമാർത്ഥമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഈ മഹാത്മാക്കളായ ആളുകൾ ആ നിലനിർത്തി പോന്ന ഈ ആദർശത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ വിഭാഗമുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഈ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ഇത്തരം കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് ആദർശരംഗത്ത് സ്വന്തമായൊരാശയവുമില്ലാതെ ഈ ഭിന്നിപ്പും ഫിത്തനയും ഫസാദും ഉണ്ടാക്കി നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വിഭാഗം ആളുകളുണ്ടല്ലോ. എന്തിനാണ് ഇവിടെ സമസ്തന്റെ മദ്രസ വേറൊരു മദ്രസ? മുജാഹിദ് ഉണ്ടാക്കണം, കാരണം അവർക്ക് വേറെ ആശയ. ജമാഅത്തുകാർ ഉണ്ടാക്കണം, അവർക്ക് വേറെ ആശയ. തബ്ലീഗുകാർ ഉണ്ടാക്കണം, അവർ നമ്മുടെ പള്ളിയിലല്ല വരേണ്ടത്, അവർ വേറെ പള്ളി ഉണ്ടാക്കി വേറെ ആശയപ്രചരണം നടത്താൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ പുതിയ പുതിയ ആശയമുണ്ട്. പക്ഷെ ഈ വിഭാഗത്തിന് സ്വന്തം നാട്ടിൽ വേറെ മദ്രസ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഉള്ള മദ്രസ പൂട്ടിച്ച്, ഉള്ള പള്ളി പൂട്ടിച്ച് വേറെ സമാന്തരമായ പള്ളി ഉണ്ടാക്കി ഫിത്നയും കുഴപ്പവും ഫസാദ് ഉണ്ടാക്കാനാല് അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, ഫിത്ന ഉണ്ടാക്കാൻ കൊലപാതകത്തെക്കാൾ രൂക്ഷമായ ഗുരുതരമായ പ്രശ്നമാണ്, കുറ്റമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളായ ആളുകൾ ഇടപെടും. അത്തരം ആളുകൾക്ക് നേരെ നടക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഈ 10-28 വർഷക്കാലത്തെ ആ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിങ്ങനെ വിലയിരുത്തി നോക്ക്. മഹാത്മാക്കളെ പിൻബലം അവർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാനത് വിശദാംശങ്ങളിൽ കിടക്കില്ല. പക്ഷേ ഈ സംഘടന രൂപീകരിച്ച് ഈ വിഭാഗത്തെ പുറത്താക്കുന്ന കാലഘട്ടം തൊട്ട് ഇന്ന് വരെ ദൃക്സാക്ഷിയായ അനുഭവസ്ഥനായ ഒരു സഹോദരൻ എന്നുള്ളതിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇപ്പൊ മഹാനായ സമസ്തയുടെ സ്ഥാപകനായ വലിയ ദുആക്കുള്ള ഇജാബത്തുള്ള വലിയ മഹാനാണല്ലോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ മഖാമുള്ള സ്ഥലമാണ് കോഴിക്കോട് പുതിയങ്ങാടി. ആ വീടൊന്നും പൊളിച്ചിട്ടില്ല, ഇന്നും ആ വീടാണ്. ആ വീടിന്റെ മഖാമിന് തൊട്ട് ചാരിയിട്ടാണ് അവിടുത്തെ മഹല്ല് ജുമാഅത്ത് പള്ളി, അവിടെ ഖബർസ്ഥാനം. ആ മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ 2 വർഷം മുദരിസായി നിന്ന ആളാണ് ഞാൻ. എനിക്കന്ന് ചരിത്രം ശരിക്കറിയാം. അന്ന് ഈ പിളർപ്പുകൾ തുടങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നത്, അന്ന് ഇവിടെ ദർസ് നടത്തുമ്പോ ഈ മഹാനായ തങ്ങളവர்கள் താമസിക്കുന്നവർ തങ്ങൾക്ക് നേരെ മക്കളില്ല. സയ്യിദ് ബാലവി തങ്ങൾക്ക് നേരെ മക്കളില്ല. ആ മക്കളില്ലാത്ത തങ്ങളെ വീട്ടിൽ ചില സ്ത്രീകൾ താമസിക്കുന്നുണ്ട്. ഒരു പുതിയാപ്പള, അവിടുത്തെ ഭാഷ പറഞ്ഞാൽ അവരുടെ ഒരു മരുമകനോട് താമസിക്കുന്ന ഒരു റിലേഷനിൽപ്പെട്ട ഒറ്റ ആണാണ്. ആ തങ്ങൾ ജോലി ചെയ്യുന്നത് ഈ വിഭാഗത്തിന്റെ കോഴിക്കോട്ടെ ദിനപത്രത്തിന്റെ ഓഫീസിലെ ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സലാം പറയും, ലോകിയൊക്കെ പറയും, കാണും, സംസാരിക്കും, ഇങ്ങനെയൊക്കെ പോകുന്ന വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏതെങ്കിലും നിലക്ക് മഹാത്മാക്കളെ പിൻബലം അവർക്കുണ്ടെങ്കിൽ അവർ കോടികളുടെ അധിപതികളാണ്. പണത്തിന് നമുക്ക് ക്ഷാമം. നമ്മൾ പണം പിരിച്ചുണ്ടാക്കി ആളുകൾ സഹകരിച്ച് സഹായിച്ചാണ് എല്ലാ മഹലും നടത്തുന്നത്. നമുക്ക് ഈ അനധികൃതമായ നിലയിൽ പണം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നില്ല. ഇവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പണത്തിന്റെ സ്രോതസ് അറിയപ്പെടുന്നില്ല. ഗൾഫിൽ പോയിട്ട് ആ പണം കിട്ടുന്നെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും ഗൾഫിൽ പോകുന്നുണ്ട്. അതല്ല, ഇവർക്കൊക്കെ പണം ലഭ്യമാകുന്ന ചില സ്രോതസ്സുകളുണ്ട് എന്നുള്ള വ്യക്തമായി ഇന്നല്ലെങ്കിൽ നാളെ ചിത്രം തെളിയും. അവർ പണം ഇഷ്ടംപോലെ വാരിക്കോരി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ
മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളുടെ കുടുംബത്തിലെ വീടും ആ മഖാമ് നിൽക്കുന്ന സ്ഥലവും വിലക്കെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പണം അവരുടെ കയ്യിലാണ് കൂടുതലുള്ളത്. അത് വിലക്കെടുക്കാനുള്ള ഈ ആളുകളെ വീട്ടുകാരെ കയ്യിലെടുക്കാൻ അവർക്കുള്ള കണക്ഷൻ ലിങ്ക് അവരെ പത്രത്തിൽ ജോലി ചെയ്യുന്ന തങ്ങളോട്. വേറെ രണ്ടാമത്തെ ഒരാളവിടെ ഇല്ല. കാരണം സമസ്തന്റെ സ്ഥാപകാല നായകന്റെ മഖാമും പള്ളിയും അവിടെയുള്ള വീടും അദ്ദേഹത്തിന്റെ പൂർവിക പിതാക്കളെ മഖാമുകൾ മാത്രമല്ല, ആ പരമ്പരയിൽപ്പെട്ട അറബ് നാട്ടിൽ കടന്നു വന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് മഹാന്മാരെ ഖബറുകളുള്ള ഒരു പ്രത്യേക അനുഗ്രഹീതമായ പ്രദേശം. അത് വല്ല നിലക്കും കിട്ടുകയാണെങ്കിൽ അവർ വിലക്കെടുക്കണം. പക്ഷെ അവർക്ക് വിലക്കെടുക്കാൻ സാധിച്ചോ? സാധിച്ചില്ല എന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കാണ് ആ വീടും ആ മഖാം നിൽക്കുന്ന സ്ഥലവും പരിസരവും വിലക്കെടുത്തത്. അതും എങ്ങനെ വിലക്കെടുത്തത്? അവിടെ മഹാത്മാക്കളുടെ പ്രത്യേകത ഞാൻ ഇന്ന് ഓർക്കാണ്. അഭിവന്ദനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ബഹുമാന്യനായ അന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അസ്ഹരി തങ്ങളെ വിളിച്ചു പറയുന്നു, തങ്ങളെ ആ സ്ഥലം നമുക്ക് വിലക്ക് വാങ്ങണം, എന്റെ ഖബർ അവിടെ വേണം, ആഗ്രഹം പ്രകടിപ്പിക്കുക, നിങ്ങൾ ശ്രമിച്ചോ, അത് വിജയിക്കും. തങ്ങൾ ചെല്ലുന്നു, ആ വീട്ടിലെ സ്ത്രീകളോട് സംസാരിക്കുന്നു, ഈ തങ്ങളെ പ്രത്യേകം പരിഗണന കൊടുക്കുന്നു, അത് കച്ചവടം ചെയ്യുന്നു, സ്ഥലം റെഡിയായി രജിസ്റ്റർ ചെയ്യുന്നു. ഉടനെ ശംസുൽ ഉലമ വഫാത്താകുന്നു. ശംസുലമയുടെ ഖബർ അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്ക്, ഇന്ന് ആ പരിശുദ്ധമായ കേന്ദ്രം സമസ്തയുടെ തണലില്ല. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ സമസ്ത സ്ഥാപിച്ച സ്ഥാപക നേതാവ് സമസ്തന്റെ കൂടെ ഉണ്ട് അല്ലേ? മറ്റുള്ളവർക്കൂടെ വരണമെങ്കിൽ സമസ്തന്റെ പെർമിഷൻ വേണം. മഹാത്മാക്കൾ നമ്മളിപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല, കേന്ദ്രം മാത്രമല്ല. നിങ്ങൾ കേരളത്തിലുടനീളം മഹാത്മാക്കളെ മഖാമുകളൊന്ന് പരിശോധിച്ച് നോക്കി. മരിച്ചുപോയ മഹാന്മാരും ജീവിച്ചിരിക്കുന്ന മഹാന്മാരും നിങ്ങൾ പരിശോധിച്ച് നോക്കി. അവരൊക്കെ സമസ്തന്റെ കൂടെ. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മമ്പറം തങ്ങളുടെ ആണ്ടിപ്പോ കഴിഞ്ഞുപോയി. മമ്പറം തങ്ങൾ എന്നാൽ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ പാരമ്പര്യമായി മുത്തവാത്തിറായി കേൾക്കാത്ത ആളുകൾ കേരളത്തിലില്ല. വല്ലാത്ത മഹാന മമ്പറം തങ്ങൾ. ഹിന്ദുക്കൾക്ക് പോലും അനുഭവം മമ്പറം തങ്ങളെ കറാമത്തുകൾ. അതുകൊണ്ട് അവിടെ സിയാറത്തിന് ആ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഹിന്ദു സഹോദരനും സഹോദരിമാരും കൂട്ടമായി സിയാറത്തിന് എത്തിക്കൊണ്ടിരിക്കുക. ഏത് കാലഘട്ടത്തിലും ഇപ്പോ അവർക്ക് പ്രത്യേക ഏരിയ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ മമ്പറം തങ്ങളുടെ മഖാം ഇപ്പറഞ്ഞ പോലെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ കേസ് കൊടുത്തല്ലോ. കേസ് കൊടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു, പ്രഗത്ഭരായ വക്കീലുമാരെ വെച്ചു. അവർ തട്ടിയെടുക്കാൻ വേണ്ടി ആ കേന്ദ്രം, വിശുദ്ധമായ മഹാത്മാവിന്റെ മഖ്ബറയും മഖാമും ആ പവിത്രമായ മമ്പറം കേന്ദ്രവും തട്ടിയെടുക്കാൻ ശ്രമം നടത്തി. അവസാനം എന്ത് സംഭവിച്ചു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വിധിയായി. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്ത് പ്രശസ്തമായ ചമ്മാടുൽ ദാറുൽ ഹുദ, നിങ്ങൾ ഉമർ ഹുദവി ഇവിടെ ആദരിച്ചു. ആ ഹുദവിക്ക് ജന്മം നൽകിയ, അതുപോലുള്ള നൂറുകണക്കിന് ഹുദവി പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കാണ് അതിന് നടത്തിപ്പ് ഭരണം കോടതി വിധിച്ചത്. ഇന്ന് സുന്ദരമായി സമസ്തയാണ് ആ സ്ഥാപനം, ആ മഖാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾ മരണാനന്തരവും കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു വലിയ മഹാനായിരുന്നു തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ. ഈ അടുത്താ മരിച്ചത് തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ, നവ്വറല്ലാഹു മർക്കദ. അവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും രണ്ട് വീട്ടിലും ഇസ്സത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ പോലെ നടക്കും. വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരുടെ നേതാവ് പല തവണ അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടുണ്ട്. പല തവണ. അവിടുത്തെ അനുഭവസ്ഥരായ ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്നത് നമുക്കറിയുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു പ്രധാനി. ഈ വന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എത്രയോ സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ചിലപ്പോൾ ഉണ്ടാവില്ല, അപ്പുറത്തോ എവിടെയെങ്കിലും അഴുക്കുണ്ടായി കണ്ടുപിടിച്ച് കിട്ടിയാൽ ദുആ ചെയ്യിപ്പിച്ച് സംഗതി നടക്കും. നീ ഇങ്ങനെ ചെയ്തോ, അങ്ങനെ നടന്നു, കാര്യം നടക്കും. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ നാടിനടുത്തുള്ള ഒരു സുഹൃത്ത്, അവിടെ ഒരു മദ്രസയിൽ അധ്യാപകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവമാണ്. ഞാൻ രാവിലെ മദ്രസയിലേക്ക് നടന്നു പോകാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കില്ല, എവിടെയെങ്കിലും അപ്പുറം എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിയിൽ കാട്ടി കയറിയിട്ട് അപ്പുറത്തേക്ക് പോയി ഇറങ്ങും. ഇങ്ങനെയൊക്കെ പതിവ്. ഒരു കാർ എൻ്റെ അടുത്ത് വന്ന് നിർത്തി, ഒരു വലിയ കാറ്. ഗ്ലാസ് താഴ്ത്തിയിട്ട് തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ നോക്കുമ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്
അപ്പം അദ്ദേഹം ഞെട്ടിപ്പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, തങ്ങളെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, തിരഞ്ഞു നോക്കണം എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് തിരക്കിലേക്ക് കയറി തന്നു, എന്നെ വണ്ടിയിൽ കയറ്റി ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അങ്ങനെ തങ്ങൾ സന്ദർശിക്കാൻ വന്നിരുന്ന ആളാ. മഹാനായ ശംസുലമ ആദരിച്ചിരുന്ന മഹാനാ. ഈ മഹാന ജീവിതകാലത്ത് സന്ദർശിക്കാൻ അദ്ദേഹം പല തവണ വന്നിട്ട് എങ്ങനെയാലും ഫേസ് കൊടുക്കൂല. ഇതിലെങ്ങനെ അദ്ദേഹം കയറി വരികയാണെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്ലിയാർ ഈ വഴിക്ക് ഇറങ്ങിയിട്ട് പോകും. മുഖം കൊടുത്തിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോയി. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളുണ്ട്. ഞാൻ ആ വാക്കൊന്നും ഈ സദസ്സ് ഉദ്ധരിക്കുന്നില്ല. ഒരുപാട് സാക്ഷികൾ മരിച്ചിട്ട് പോലും ആ ജനാസ സന്ദർശിക്കാൻ പോലും അങ്ങോട്ട് കടന്നു വരാൻ സാധിച്ചിട്ടില്ല ഇതിന്റെ നേതാവ്. അങ്ങനെ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും ഒരു ആത്മീയമായ പ്രൗഢി, ആ പിൻബലം, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ. എന്റെ പ്രിയപ്പെട്ടവർ, അപ്പുറത്ത് പാലക്കാട്, ഞാൻ പറഞ്ഞ നീണ്ടു, പാലക്കാട് ജില്ലയിലുണ്ട് പൊട്ടച്ചിറ അൻവരിയ കോളേജ്, ഒരു വലിയ സ്ഥാപനം. പൊട്ടച്ചിറ അൻവരിയ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ പണ്ഡിതന്മാർക്ക് അൻവരി എന്ന് പറയുക. ഈ അൻവരിമാർക്ക് ജന്മം നൽകുന്ന ആ സ്ഥാപനം സ്ഥാപിച്ചത് ആരാണോ? ഒരു വലിയ സ്ഥാപന, ഫാത്തിമ ബീവി നമ്മൾ സഹോദരിയെ സ്ഥാപിച്ചത്. ഫാത്തിമ ബീവി പറയുമ്പോൾ ഒരു തങ്ങളെ പെണ്ണുങ്ങളാന്ന് വിചാരിക്കേണ്ട, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാന്ന് വിചാരിക്കേണ്ട. ബീവി അങ്ങനെ പറയുന്ന പേരെങ്ങനെ പറയണം? ഈ ഫാത്തിമ ബീവി ഒരു ഹിന്ദു സഹോദരിയായിരുന്നു, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഹിന്ദു സഹോദരി. അവർക്ക് വല്ലാത്തൊരു രോഗമൊന്നും, എവിടെ ചെന്നാലും ചികിത്സ ഇല്ല, സുഖാകുന്നില്ല. ആ പ്രദേശം കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു, ബീരാനൗലിപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരൊക്കെ ഉഖർവിയായ പദവി അല്ലാഹ് കൂടുതൽ കൂടുതൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബീരാനൗലിപ്പാപ്പ ഇന്നും ഫേമസ്. അവിടേക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ മരിച്ചുപോയ മഹാനാ, നമ്മുടെ തലമുറക്ക് തൊട്ടു മുമ്പ്. ബീരാനൗലിപ്പാപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ അവരുടെ രോഗം സുഖമായി. രോഗം സുഖമായപ്പോൾ അവർക്ക് വല്ലാത്ത വിശ്വാസം. ബീരാനൗലിപ്പാപ്പ പറയുന്ന പോലെ ഞാൻ താൻ ചെയ്യേണ്ട വെച്ച് മുസ്ലിം ആക്കാൻ പറഞ്ഞു. അവര് മുസ്ലിമായി നല്ല ജീവിതം നയിച്ചു തുടങ്ങി. അള്ളാന്റെ ദീനു സ്ഥാപനം ഉയർത്തണമെന്ന് ആഗ്രഹിച്ചു. ബീരാനൗലിപ്പാപ്പ കോളേജ് ഉണ്ടാക്കാൻ പറഞ്ഞു. ആ കോളേജാണ് പൊട്ടച്ചിറ അൻവരിയ കോളേജ്. അതിന്റെ പരിസരത്ത് ചാരത്താണ് ഈ ഫാത്തിമ ബീവി കടന്നുറങ്ങുന്നത്, മരിച്ചു കിടക്കുന്നത്. ആ സ്ഥാപനം സമസ്തയിൽ പിളർപ്പുണ്ടാകുന്ന, അല്ലെങ്കിൽ സമസ്തയിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രൂപ്പിന്റെ കയ്യിലാ. ഞാൻ ആ പറഞ്ഞ ഗ്രൂപ്പിന്റെ കയ്യിൽ അവരെ പ്രധാനികൾ, ആ സ്ഥാപനത്തിലെ ഉസ്താദുമാര് പ്രശ്നമായി കേസായി നടക്കുക. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ പ്രിൻസിപ്പളും അതിന്റെ ഉസ്താദുമാരും കുട്ടികളെയും കൂട്ടി അവർക്ക് ഇറങ്ങിപ്പോണെന്ന് ഇറങ്ങിയോട് പോയി. നമ്മുടെ ആദരണീയരായ സമസ്ത പണ്ഡിതന്മാർ ഏറ്റെടുത്തു. സുന്ദരമായി ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും മഹാത്മാക്കളെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. മഹാത്മാക്കൾ പുറത്താക്കിയ ആളുകളാണ്. ഞാൻ ആ പട്ടിക നീട്ടുകയല്ല, ഞാൻ ഒറ്റ അനുഭവം കൂടി നിങ്ങളുമായി പങ്കുവെക്കാം. ആരെങ്കിലും അവരെക്കുറിച്ച് നല്ലവരാണ്, അവരെ വേഷം കണ്ടിട്ട്, അവരുടെ രൂപം കണ്ടിട്ട്, അവരുടെ ഹാവഭാവാദികൾ ഇത് കണ്ടിട്ട് അവർ നല്ലവരാണെന്ന് ആരെങ്കിലും ധരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഗുരുത്വം പൊരുത്തം എത്രമാത്രം ഉണ്ട്. ഇപ്പോ കേരളത്തിലെ പ്രശസ്തരായ ആര് മരിച്ചാലും ഈ പറയുന്ന വിഭാഗത്തിലെ നേതാവ് അവിടെ ഓടി പറന്നെത്തും. ആള് ലോകത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ദുബൈയിലാണെങ്കിൽ തത്സമയം ടിക്കറ്റ് കിട്ടും. ആൾക്ക് എല്ലാ സംവിധാനങ്ങളുടെ 3-3.5 മണിക്കൂർ ഇവിടെ എത്തും. ലോകത്ത് എവിടെയാണ് പറന്നെത്തും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ മരിച്ചിട്ടും അവിടെ എത്തി, അവിടെ ആളായി, അവിടെ വാർത്താ സമ്മേളനം നടത്തി, മുസ്ലിം ഐക്യത്തിന് അങ്ങനെ വേണം ഇങ്ങനെ വേണം, തങ്ങളെ പാതയിട്ട് മുന്നോട്ട് പോകണം. എവിടെ മൂപ്പര് ആളുകളുടെയിടയിൽ സജീവമായിട്ടുണ്ടാവും. ബഹുമാന്യനായ ശംസുലമ ഇ.കെ. ഉസ്താദ് വഫാത്ത്. ശംസുലമ അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹത്തിനെ ഈ പ്രശസ്തിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിന് മുഖ്യ പങ്ക് വഹിച്ച മഹാനാണ് ശംസുലമ. ആ ശംസുലമ അവസാനം വരെ അദ്ദേഹം വളർന്നു വരുന്ന നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നാണ് അദ്ദേഹത്തിന് എല്ലാ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ഗത്യന്തരമല്ല, അദ്ദേഹത്തിന് ദുർലക്ഷണം കണ്ടപ്പോൾ അദ്ദേഹത്തെ സംഘടന നിന്ന് ഒഴിവാക്കിയതാണ്. പിന്നെ ഒഴിവാക്കിയപ്പോൾ പലരും മധ്യമറബന്ധ ആരെ മധ്യവും ശംസുലമ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് അവന്റെ മുഖം കാണണ്ട എന്നാ ശംസുലമ അവസാനം പറഞ്ഞ വാക്ക്. എനിക്ക് അവന്റെ മുഖം കാണണ്ട. അല്ല ഉസ്താദെ, ഒന്ന് അവനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരട്ടെ, ഒന്നും സംഘടന എന്താ, തങ്ങളൊന്ന് വെറുപ്പ് ഒഴിവാക്കി കൊടുത്താൽ മതി, ജസ്റ്റ് ഒരു സലാം പറയാൻ വേണം, എനിക്ക് ആ മുഖം കാണണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മുഖം കാണേണ്ട വാക്കൊരു വാക്ക് അവരൊക്കെ നാവ് കൊണ്ട് പറഞ്ഞു പോയില്ലേ. എന്നാൽ ശംസുലമ വഫാത്താകുന്ന ദിവസം ഈ പറയുന്ന AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടല്ലോ, ഈ വിഭാഗത്തിന്റെ തലവൻ, അദ്ദേഹം ലോകത്ത് എവിടെയാണെങ്കിലും പറന്നെത്താൻ പറ്റുന്ന സ്ഥലത്താണ് ഈ പറന്നെത്തും. അവിടെ ആ സജീവമായിട്ടുണ്ടാവും. പക്ഷെ ആ മുഖം കാണണ്ടേ. എന്റെ മുഖം കാണേണ്ടത് അദ്ദേഹം ശംസുലമ നാവുകൊണ്ട് പറഞ്ഞു പോയില്ലേ. സുബ്ഹാന ജല്ല ജലാലുഹു. ശംസുലമ വഫാത്താകണം അന്ന് ഈ പറയുന്ന മഹാൻ എവിടെയാണെന്നോ, അമേരിക്കയിലുള്ളത്, ഭൂമിന്റെ മറുഭാഗത്ത്.
അമേരിക്കയിൽ നിന്ന് പറന്നിട്ട് വരണമെങ്കിൽ മിനിമം 19 മണിക്കൂർ ഡയറക്റ്റ് ഫ്ലൈറ്റ് പറക്കണമെങ്കിൽ. അതുവരെ ഷംസുലിന്റെ ജനാസ വിളിച്ചിരിക്കുമോ? ഷംസുലിന്റെ ജനാസ കബറടക്കി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാൾ അമേരിക്കയിൽ നിന്ന് പറന്നെത്തി. മരിച്ചിട്ട് പോലും ആ മുഖം എനിക്ക് കാണണ്ട, അദ്ദേഹം കാണാൻ അവസരം കൊടുത്തില്ല. അതാ മഹാത്മാക്കൾ. ഞാൻ സൂചിപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയല്ലാതെ, സമസ്ത കേരള ജംഇയ്യത്തുലമയെ എതിർക്കുന്ന, സമസ്ത കേരളം തിരിച്ചെതിർക്കുന്ന, അത് കാന്തപുരം ഗ്രൂപ്പായിരുന്നാലും ശരി, മുജാഹിദ് പ്രസ്ഥാനമായിരുന്നാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും ശരി, തബ്ലീഗ് ജമാഅത്തായിരുന്നാലും ശരി, സമസ്ത എതിർത്ത ഏതൊക്കെ ബിദ്അഈ പ്രസ്ഥാനങ്ങളുണ്ടോ അവരൊക്കെ അകറ്റി നിർത്തിക്കും. അവിടെ നമുക്ക് വിജയം ഉണ്ടാവും, ഇസ്സത്ത് ഉണ്ടാവും, നല്ല സഹായം ഉണ്ടാവും. അവിടെ നിൽക്കുക. അവിടെ നിന്നവർക്ക് ഇന്ന് പ്രൗഢിയുണ്ട്, യശസ്സുണ്ട്, അന്തസ്സുണ്ട്, ആത്മാഭിമാനമുണ്ട്. തലയോർത്ത് നടക്കാൻ കഴിയുന്നുണ്ട് കേരളത്തിൽ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് മറുവിഭാഗത്തിന്റെ സ്ഥിതി നിങ്ങൾക്കറിയുമല്ലോ. ഓരോ വിഭാഗത്തിലെ സ്ഥിതി ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നില്ല. ഓരോ വിഭാഗത്തിന്റെ ദൈന്യമായ അവസ്ഥ നിങ്ങൾ എന്താണ് കൃത്യമായി നിങ്ങളും ചിന്തിച്ചു നോക്കി. ഇപ്പറയുന്ന കാന്തപുരം വിഭാഗം പോലും നേരിട്ടുകൊണ്ടിരിക്കുന്ന അപചയം ഞാൻ ഇങ്ങനെ സദസ്സ് വിശദീകരിക്കാൻ ആഗ്രഹിക്കാത്തോണ്ടാ. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധി അവർക്ക് അവർ ആദർശം ആളുകൾ മുമ്പിൽ പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. ഒരു കാലഘട്ടത്തിൽ സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിന് തീവ്രതയില്ല, ഷംസുലമക്ക് സുന്ന സ്പിരിറ്റ് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സംഘടന രൂപീകരിച്ച ആളുകൾ ഇന്ന് പേര് പോലും സുന്നി എന്ന പേര് മാറ്റി മുസ്ലിം ജമാഅത്ത് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കേരളത്തുടനീളം ഓടി നടന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇന്ന് മുജാഹിദിനെതിരെ, ജമാഅത്തിനെതിരെ, തബ്ലീഗിനെതിരെ പ്രസംഗിക്കാതെ മാറി നിന്നുകൊണ്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, അന്നും ഇന്നും എന്നും ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആദർശത്തിന്റെ ധ്വജവാഹകരായി സമസ്ത കേരള ജംഇയ്യത്തുലമ ഈ മക്കൾ, SKSSFന്റെ മക്കൾ, ഈ മക്കളാണ് എക്കാലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വഴിതെറ്റിയിട്ടില്ല. നമ്മുടെ ഈ മാർഗം സുന്ദരമാണ്, പരമപരിശുദ്ധമാണ്. ആ മാർഗത്തെ ഉറച്ചവിടെ നിന്നു. മറ്റൊരു വിഭാഗത്തിനോടും ഒരു കോംപ്രമൈസും വേണ്ട, അവരുടെ അനുകമ്പ വേണ്ട. അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ ഷംസുലമക്ക് സ്നേഹം ഉണ്ടാകുമായിരുന്നു, അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിന് സ്നേഹം ഉണ്ടാകുമായിരുന്നു, അവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുമായിരുന്നു. അവരാരും ഈ പുതിയ പ്രസ്ഥാനക്കാരെ ഒരാളെയും സ്വീകരിച്ചിട്ടില്ല. തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനമെടുത്ത ആരാ നിങ്ങൾക്കറിയോ? തബ്ലീഗ് ജമാഅത്ത് തലപ്പാവില്ലേ, അവർക്ക് താടിയില്ലേ, അവർക്ക് ദിക്റില്ലേ, അവർക്ക് നല്ല പ്രഭാഷണങ്ങളില്ലേ? അതൊന്നും നോക്കണ്ട. അതൊക്കെ ബാഹ്യമായ രൂപഭാവങ്ങളാണ്. അവരെ ബിദ്അത്തിന്റെ പാർട്ടിയാണെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ച സമസ്ത മുഷാവറയുടെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധിയുടെ പ്രതീകമായ ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവർകളാ. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വെറുതെ ചില ആൾക്കാർ പറയണ്ട, അങ്ങനെ പറയല്ല. കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഹറാം ചെയ്തിട്ടില്ല, അല്ല കറാഹത്ത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആയിരക്കണക്കിന് പണ്ഡിതന്മാരിൽ ഒരാളാണ് സമസ്തയുടെ മുൻ ജനറൽ സെക്രട്ടറി സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അല്ലാഹു അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണ്, അദ്ദേഹവും കണ്ണിയത്ത് ഉസ്താദും ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. കാൽ യാത്ര നിസ്കരിക്കാൻ വഴിയിലിറങ്ങി. ചെറുശ്ശേരി ഉസ്താദിനോട് ഇമാം നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇമാമും നിസ്കരിച്ചു. കണ്ണിയത്ത് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ എഴുന്നേൽക്കാൻ, നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടി കഴിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കും, പിന്നെ അവിടെ തന്നെ ഇരിക്കും, പിന്നെ ശ്രമിക്കും, പിന്നെ അവിടെ തന്നെ ഇരിക്കും. ചെറുശ്ശേരി ഉസ്താദ് ദിക്റും ദുആയും കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. വണ്ടി കയറിയിട്ട് ഷംസുലമയോട് കണ്ണിയത്ത് ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദിനോട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, സൈനുദ്ദീൻ മുസ്ലിയാരെ യാത്രയിലൊക്കെ നമ്മളാ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ദുആയൊക്കെ വണ്ടിയിൽ വെച്ച് ചെയ്താൽ പോരെ? ഞാൻ നിങ്ങൾ ഇപ്പൊ എഴുന്നേൽക്കും വിചാരിച്ച് ഞാൻ കുറെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇമാം എഴുന്നേൽക്കുന്ന മുമ്പ് മഅ്മൂം എഴുന്നേൽക്കൽ കറാഹത്തിൽ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നാൽ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു കൂടുതൽ ഇരിക്കാനും. അതാ ഒരു കറാഹത്ത്. ഒരു ഇമാം എഴുന്നേൽക്കും മുമ്പ് മഅ്മൂം എഴുന്നേൽക്കുക കറാഹത്താ. അങ്ങനെ കറാഹത്ത് ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിച്ച പരമപരിശുദ്ധിയുടെ പ്രതീകമാണ് കണ്ണിയത്ത് ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാനവറുകളുടെ അധ്യക്ഷതയിലാണ് ഈ സൂക്ഷ്മമായ തീരുമാനം. തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ പാർട്ടിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ അവരൊരുപാട് ശ്രമിച്ചല്ലോ, വിജയിച്ചിട്ടില്ല. കാരണം അവർ ആദർശം അങ്ങനെ. എന്നാൽ പിന്നെ അവർക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ കുഴപ്പം കാണുന്ന തെളിവല്ല, അത് കുറച്ച് അടുത്തുകൾ എത്തുമ്പോൾ കുഴപ്പമുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ മാതിരിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു പക്ഷെ പഠനയിലുണ്ടാകില്ല, ഞങ്ങളൊക്കെ മേഖലയിലുണ്ട്. പക്ഷെ അത്തരം 5 വക്ത് നിസ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളുകളും മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവ നിഷേധത്തിൽ അധിഷ്ഠിത.
പക്ഷെ ക്രമേണ ആ പാർട്ടി തന്നെ സജീവമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ പതുക്കെ ദൈവനിഷേധത്തിലേക്ക് എത്തും. അതും ഞങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾ ധാരാളമുള്ള മുസ്ലിങ്ങളുടെ നാട്ടിൽ മതനിഷേധിയായി മരിച്ച കമ്മ്യൂണിസ്റ്റുകളും ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ട, ബാഹ്യമായ രൂപം നോക്കണ്ട. ഞാൻ സൂചിപ്പിച്ചത് ഈ പറയുന്ന വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനെ കേരളത്തിൽ പരിരക്ഷിക്കാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ മഹാത്മാക്കളെ ആളുകൾ രൂപം കൊടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഇന്നും അതേ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു പോർലും ഏറ്റിട്ടില്ല. നമ്മളെ യശസ് വാനോളം ഉയർന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമസ്ത എന്താ തീരുമാനിച്ചത്? അതിനൊക്കെ ഒരു ഇലാഹിയായ തൗഫീഖ്, അതൊരു ബറക്കത്താണ്. ഈ മഹാന്മാരെ ബറക്കത്താ. മരിച്ചോ നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, അവരെ ബറക്കത്ത് ഇവിടെ കിട്ടും. സുപ്രഭാതം ദിനപത്രം ഒരു മഹാത്ഭുതല്ലേ, ഒരു മഹാത്ഭുതം, ലോക റെക്കോർഡാണ്. തുടക്കത്തിൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തുള്ള ഒരു 10-30,000 കോപ്പിയൊക്കെ ചേർക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്ന് എഡിഷൻ ആരംഭിക്കാം. വരിക്കാരെ ചേർത്ത് നോക്കുമ്പോൾ സമസ്തന്റെ തുടക്കല്ലേ റെക്കോർഡ്. ലക്ഷക്കണക്കിന് കോപ്പികളായപ്പോൾ 1, 2, 3 എഡിഷൻ പ്രസിദ്ധീകരിച്ചാൽ ഈ പത്രം വിതരണം ചെയ്യാൻ കഴിയില്ല, വാർത്തകൾ വരുത്താൻ കഴിയില്ല. അങ്ങനെ 6 എഡിഷനുകളുമായി ചരിത്രത്തിൽ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോപ്പികളുമായി സുപ്രഭാതം ദിനപത്രം ഒരു പ്രഭാതത്തിൽ പുറത്തിറങ്ങി. എന്താ അതിന്റെ പ്രത്യേകത? ചില ആളുകൾ 6 മാസം കഴിഞ്ഞാൽ പൂട്ടുന്നു. എവിടെ പൂട്ടുന്നു? അത് അന്തസ്സായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുക. അത് സമസ്ത തുടങ്ങി മുഴുവൻ അങ്ങനെ. കാരണം ഈ പ്രത്യേകത, മഹാത്മാക്കളെ ബറക്കത്ത പുണ്യ, അവർ സമസ്തന്റെ കയ്യിലുള്ള പണത്തിന്റെ ആധിക്യോ അവർക്കുള്ള ഭൗതികമായ സപ്പോർട്ട് ഒന്നുമല്ല. അള്ളാഹുവിന്റെ ആ തൗഫീഖ്, ഈ മഹാത്മാക്കളെ പിൻബലം, അവരുടെ ദുആ ബറക്കത്ത്, അതിന്റെ ഒപ്പം നിൽക്കണം. അതിനെപ്പറ്റി യാതൊരു സംശയവും വേണ്ട. അനുഭവസ്ഥനായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ്, അതിനൊപ്പം നിന്ന് പ്രവർത്തിച്ച് നേതൃത്വം കൊടുത്ത ആൾക്കാർ ഒരുപാട് ആളുകൾ എനിക്കറിയാം. അവരൊക്കെ കലിമ ചൊല്ലി നന്നായി മരിച്ചു പോയിട്ടുണ്ട്. കളങ്കല്ലാത്ത മനുഷ്യന്മാർ. ഞാൻ ചില ഉസ്താദുമാരുടെ മരണത്തിൽ ദൃക്സാക്ഷികളാണ്. ചില ഉസ്താദുമാരുടെ മരണം ദൃക്സാക്ഷികളായ എൻ്റെ സുഹൃത്തുക്കളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് KT മാനു മുസ്ലിയാരുടെ മരണം ഞാൻ ഇങ്ങനെ നേരെ നോക്കി കണ്ടതാ. സമസ്ത കേരള ജംഇയ്യത്തുൽ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി, നീണ്ട പതിറ്റാണ്ടുകൾ സമസ്തയുടെ ആദർശ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സജീവ സാന്നിധ്യം. 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഫർ 5 അദ്ദേഹത്തിന്റെ ആണ്ട് വരിക. കോഴിക്കോട് കടപ്പുറത്ത്, വിശാലമായ കടപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന മഹാസമ്മേളനത്തിൽ 10-20 ലക്ഷത്തോളം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ടാകും. അദ്ദേഹത്തിന് അന്ന് ഉച്ചയ്ക്ക് തന്നെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അദ്ദേഹത്തിനാണ് സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ സ്വാഗതം പറയേണ്ട അദ്ദേഹം. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഡിസ്ചാർജ് വേണം, എനിക്ക് സമ്മേളന നഗരിയിൽ പോകണം. ഡോക്ടർ പറഞ്ഞു പോകാൻ പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു. അല്ല, എനിക്ക് ഡിസ്ചാർജ് വേണമെന്നോ നിർബന്ധിച്ച് പറഞ്ഞു. ഡിസ്ചാർജ് കൊടുത്തു. സമ്മേളന നഗരിയിൽ അദ്ദേഹം മഗ്രിബിന് തന്നെ സ്റ്റേജിലെത്തി, നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജിലെത്തി. അദ്ദേഹം സ്വാഗതം പറയാൻ പറ്റുന്ന ഒരു വിധത്തിലല്ല, വേദനയുണ്ട്, സ്റ്റേജിലിരുന്നു. സ്വാഗതം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു, പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാനത്തെ പ്രസംഗത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടെ ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ അദ്ദേഹവുമായി സംഘടനാ ബന്ധം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച ആൾ കൂടിയാണ്. അപ്പൊ അദ്ദേഹം ചൂടുവെള്ളം ചോദിക്കുന്നുണ്ട്. 1 ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. അപ്പൊ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം എങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. കാരണം വേദന നല്ലോണ്ട് മനസ്സിലാകുന്ന മുഖഭാവം കണ്ടാൽ അറിയാം. ഏകദേശം സമ്മേളനത്തിൽ ലാസ്റ്റ് എത്തിയപ്പോൾ അദ്ദേഹം എഴുന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് പോകാമെന്ന് കാണിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നടന്നിങ്ങനെ ഇറങ്ങി. അപ്പോൾ ആംബുലൻസ് അപ്പുറത്തുണ്ട്. നേരെ അദ്ദേഹത്തെ ആളുകൾ ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ആംബുലൻസിൽ കിടത്തി. തൊട്ടുപുറത്ത് സീറ്റുകൾ ഞങ്ങൾ 6 ആളുകൾ കയറി. ആംബുലൻസ് സ്പീഡിൽ വിട്ടു. ആ ജനസാഗരത്തിലൂടെ ആംബുലൻസ് സൈറൺ മുഴക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഇപ്പോൾ കൃത്യം പറയാൻ കഴിയില്ല. അദ്ദേഹം ആ കയറി സ്ട്രെച്ചറിൽ കടന്നവിടെ തന്നെ വെള്ളം 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 എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എവിടുന്ന് വെള്ളം കിട്ടാൻ? ഭാഗ്യത്തിന് അതൊരു മിനറൽ വാട്ടറിന്റെ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ ആരോ എടുത്തു പൊട്ടിച്ച് അദ്ദേഹത്തിന് വായിൽ ഒഴിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹം സ്വയം എഴുന്നേറ്റിരുന്നു. വാങ്ങിയിട്ട് കുറേ കുടിച്ചു. ഈ ഒരുപാട് നേരം ചുടുവെള്ളം വാങ്ങി കുടിച്ച അദ്ദേഹമാണ് വീണ്ടും വെള്ളം ചോദിക്കുന്നത്. അപ്പോഴിങ്ങനെ ഓർമ്മ വന്നു, പടച്ചോനെ, മരിക്കുന്ന സമയത്ത് കടുത്ത ദാഹം ഉണ്ടാകും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. എത്ര സത്യം പിന്നെ ഞാൻ വിലയിരുത്തി. ആ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് അദ്ദേഹം സ്വയം കിടന്നിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 3-4 തവണ ഉറക്കെ കലിമ ചൊല്ലിയിട്ട് അതിന്റെ വായിൽ വലിയ പല്ല് വെച്ച് പിടിപ്പിച്ച് ആ പല്ല് 2 ഊരിയെടുത്തിട്ട് ഈ വിനീതനെ കയ്യിലെടുത്ത് തന്നു. കണ്ണടച്ചു. മരിക്കുക നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിശ്ചലം. ആരും ഒന്നും സംസാരിക്കുന്നില്ല. 5-8 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ നോക്കി. ഇദ്ദേഹത്തിന്റെ ആരാണ് നിങ്ങൾ? പരിചയപ്പെടുത്തി. പോയല്ലോ.
എന്റെ സഹോദരന്മാരെ, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ ആൾറെഡി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ അവസാന സെക്കൻഡ് വരെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചു. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം ലേഖനം എഴുതിയിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. അവസാനം എഴുതിയ കിതാബ് ഏതാണെന്നറിയുമോ? മൻഖൂലുൻ മിൻ മദ്ഹിർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മൗലിദിന്റെ കിതാബാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദിന്റെ കിതാബ്. മൗലിദ് ബിദ്അത്താണെങ്കിൽ, മൗലിദ് ശിർക്കാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ച ഈ ബിദ്അഈ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിനെതിരെ അവസാനം വരെ പ്രചരണം നടത്തിയ, പ്രസംഗിച്ച, എഴുതിയ ഈ മഹാൻ അങ്ങനെ കലിമ ചൊല്ലി മരിക്കുമോ? ശംസുൽ ഉലമ ഇതുപോലെ കലിമ ചൊല്ലിയാ മരിച്ചത്. പാണക്കാട് സയ്യിദ് ഉമർ ശിഹാബ് തങ്ങൾ, ആ നീണ്ട പട്ടിക ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ, എന്റെ പ്രിയപ്പെട്ടവരൊക്കെ നല്ല മരണം യാത്ര പോയവരാ. ഈ മാർഗത്തെക്കുറിച്ച് സന്ദേഹിക്കണ്ട, സംശയിക്കണ്ട. അതുകൊണ്ട് ഈ പ്രവിശാലമായ മഹല്ല് ജമാഅത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട്, മഹല്ല് ജമാഅത്ത് അധികാരികളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട് സ്നേഹപൂർവ്വം എനിക്ക് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉണർത്താനുള്ളത്, ഈ സുന്ദരമായ ആദർശത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വീഥിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ തണലിൽ ഈ മക്കൾക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരായി ബിദ്അഈ ശക്തികളുമായി വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഛിദ്രശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട്